പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കായി നന്ദി പറയുവാനും ദൈവഹിതപ്രകാരം ജീവിക്കുവാനും ദൈവം ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള ഒരു വേദിയാണ് അരോമ ടി വി എന്ന് പറയുന്നത്. ഇന്ന് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയതായ നാൾ വഴികളെ കുറിച്ചുള്ള നല്ല ഓർമ്മകളും പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസി ഷേർലി തോമസ് അമേരിക്കയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസി പ്രിയ ഷേർലി തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ആന്റിയെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്ത് ചെയ്യുന്നു? എൻ്റെ പേര് ഷേർലി തോമസ്. ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ന്യൂയോർക്കിലാണ്, ന്യൂഹൈഡ് പാർക്കിൽ നിന്നുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ ഞാൻ, എൻ്റെ ഹസ്ബൻഡ് റിജി, ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ മൂത്ത മകൾ മെർലിൻ ആൻഡ് ജോസഫ്. മെർലിൻ നേഴ്സാണ്. അവരുടെ ഹസ്ബൻഡ് പോലീസ് ഓഫീസർ, സർജനാണ്. അവർക്ക് 10 മാസമുള്ള ഒരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ മകന് ജെഫ്രി ആൻഡ് ജെൻ. അവർ 2 മാസം മുമ്പ് വിവാഹം ചെയ്തു. അവർ ഫാർമസിസ്റ്റാണ്. 2 പേരും ജോലിയായിരിക്കുന്നു. ഇളയ മകൾ, അവൾക്ക് 26 വയസ്സുണ്ട്. അവൾ USDX എഞ്ചിനീയർ ആണ്. ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു. മൂത്ത മകൾ എൻ്റെ അടുത്ത് വേറെ ഭവനം മേടിച്ച് താമസിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. ഓക്കെ, ആന്റിയെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, മുന്നോട്ട് പോകുന്നതിന് മുന്നമേ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാലത്തിലെ നല്ല സ്മരണകളും പഠന കാലയളവിലെ ഓർമ്മകളും കാര്യങ്ങളും ജീവിതത്തിലേക്ക് ദൈവം നടത്തിയതായ ആ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ഓരോന്നായി ആന്റിക്ക് പറയാനുള്ള സാവകാശമുണ്ട്. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം അത് പങ്കുവയ്ക്കാം. ദൈവനാമ മഹത്വം അതിലൂടെ ഉണ്ടാകട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ആന്റിക്ക് തുടർമാനമായി സംസാരിക്കാം. ആമേൻ. ഹല്ലേലൂയ. അരോമ ടി വിയിൽ ഇന്ന് എൻ്റെ അനുഭവ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം കർത്താവിനെ ഒരുക്കിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ഈ അരോമ ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ച പാസ്റ്റർ ഡാനിയൽ ജോണിനും അതുപോലെ അരോമ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും സമാധാനവുമായിട്ടുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു. മലബാറിലെ നോഹ എന്ന് പറയുന്നതായ ജോർജ് പതാലിൻ്റെയും സ്തോത്ര അമ്മച്ചി എന്ന് വിളിക്കപ്പെടുന്നതായ ശോശാമ്മ ജോർജിൻ്റെയും അവർക്ക് 9 മക്കളാണ്. 9ാമത്തെ മകളായി ഇളയവളായിട്ട് എനിക്ക് ജനിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞങ്ങൾ 9 മക്കളിൽ ഒരു കുഞ്ഞ് 10 മാസമായപ്പോൾ അവൻ മരിക്കുവാനിടയായി തീർന്നു. ബാക്കി ഒരു ബ്രദറ് ഇവിടെ ഫിലദൽഫിയയിലുണ്ടായിരുന്നു. ദാസൻ 70-ാം വയസ്സിൽ ഖത്തർ സന്നിധി ചേർക്കപ്പെട്ടു. അങ്ങനെ എൻ്റെ കുട്ടിക്കാലമൊക്കെയും വളരെ സന്തോഷകരമായ ഒരു സമയങ്ങളായിരുന്നു. എൻ്റെ സ്കൂൾ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷകരമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ വളരെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചേഴ്സിനൊക്കെ എന്നെ വളരെ കാര്യമായിരുന്നു. കാരണം ഞാൻ നല്ലപോലെ പഠിക്കും. അതുപോലെ സ്കൂളിൽ ചെന്നാൽ എനിക്ക് ഫസ്റ്റ് മേടിക്കണമെന്നുള്ളതായ ഉദ്ദേശത്തോടെയാണ് ഞാൻ പഠിക്കുന്നത്. അതുപോലെ ടീച്ചേഴ്സൊക്കെ എന്നോട് അവസാനമേ ചോദ്യം ചോദിക്കത്തുള്ളൂ. കാരണം ഞാൻ എല്ലാ ആൻസറും പറയും. അങ്ങനെ സമയത്തൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ വളരെ പണിഷ്മെൻ്റ് ചെയ്യുന്നവരായിരുന്നു. ഞങ്ങളെയൊക്കെ ഈ ചൂര വടി കൊണ്ടുവന്നിട്ട് കുട്ടികളെ കൈക്കിട്ടടിക്കും, ആൺകുട്ടികളെ തുടക്കിട്ടടിക്കും. അങ്ങനെ വളരെ പണിഷ്മെൻ്റ് ചെയ്യുന്നതായ ടീച്ചർമാരൊക്കെ ആയിരുന്നു. എന്നാൽ എനിക്കൊരു അടി മേടിച്ചതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ സ്കൂൾ ലൈഫ് ഒരു കാത്തലിക് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്.
എൻ്റെ ക്ലാസ്സിൽ പെന്തക്കോസ്തായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളരെ സന്തോഷകരമായൊരു കുട്ടിക്കാലമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ എൻ്റെ അപ്പച്ചൻ ഒരു കർഷകനായിരുന്നു. അതുകൊണ്ട് രാവിലെ തുടങ്ങി രാത്രി വരെയും അധ്വാനിക്കും. വീട്ടിലെ എല്ലാ കൃഷികളും ഉണ്ട്. ഞങ്ങളുടെ കപ്പ, നെല്ല്, കുരുമുളക്, കൊക്കോ, കവുങ്ങും തോട്ടം, തെങ്ങും തോട്ടം, അങ്ങനെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ ജോസഫ് കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഹാർവസ്റ്റ് കാലത്ത് എല്ലാ ഭക്ഷണങ്ങളും എടുത്ത് വെച്ചതുപോലെ എൻ്റെ അപ്പച്ചനും ഈ ഹാർവസ്റ്റ് കാലത്ത് ഈ ഭക്ഷണങ്ങളെല്ലാം സ്വരൂപിച്ച് തട്ടിന്മേൽ വെക്കും. എന്നിട്ട് ഈ കർക്കിടക മാസത്തിലൊക്കെ ക്ഷാമകാലമൊക്കെ ആണല്ലോ നമ്മുടെ രാജ്യത്ത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ എടുത്ത് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ എനിക്ക് കുട്ടിക്കാലത്ത് ഒരു ഭക്ഷണത്തിനോ ഒരു വസ്ത്രത്തിനോ ഒന്നും പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഞങ്ങളെ 8 മക്കളെയും വളരെ അധ്വാനിച്ച് ഞങ്ങളുടെ അപ്പച്ചൻ വളർത്തുവാനിടയായി തീർന്നു. അതുപോലെ ഞങ്ങളുടെ അപ്പച്ചൻ ഒരു സുവിശേഷകനുമായിരുന്നു. ദൈവവചനം എല്ലാ കവലകളിലും പോയി പ്രസംഗിക്കും. അതുകൊണ്ടാണ് മലബാറിലെ നോഹ എന്ന് വിളിക്കപ്പെടുവാൻ കാരണമായി തീർന്നത്. അപ്പച്ചന് ആരും പോയില്ലെങ്കിലും ഹാൻഡ്മൈക്കുമായിട്ട് കടന്നുപോയി ആ മലബാറിലുള്ള എല്ലാ കവലകളിലും ടൗണുകളിലും എല്ലാം കടന്നുപോയി സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ജനിച്ച ശേഷം എനിക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇളയവളായതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ കരുതുന്ന അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും എല്ലാം ലാളനയിലാണ് വളർത്തപ്പെടുവാനിടയായി തീർന്നത്. എൻ്റെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞാൽ അവര് റാന്നിയിൽ നിന്നും മലബാറിലേക്ക് 1950 4 കൈക്കുഞ്ഞുങ്ങളുമായിട്ട് മലബാറിലേക്ക് റാന്നിയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. അന്ന് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഫോറസ്റ്റിനാൽ നിറയപ്പെട്ടതായ ഒരു പ്രദേശമായിരുന്നു. അന്ന് ജനവാസമൊക്കെ വളരെ കുറവാണ്. അതുപോലെ ക്രിസ്ത്യൻസ് എന്ന് പറയാൻ ചുരുക്കം ചില വ്യക്തികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഉപ്പാപ്പൻ അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. താന് ഒരു CSI വിശ്വാസിയായിരുന്നു. അപ്പോൾ അപ്പച്ചനോട് ഉപ്പാപ്പൻ പറഞ്ഞു, നമുക്കൊരു CSI പള്ളി പണിയാം, നിന്നെ ആ CSI പള്ളിയുടെ ഉപദേശിയാക്കാമെന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചൻ സമ്മതിച്ചു. അങ്ങനെ പള്ളി പണിയാൻ തുടങ്ങി. പിന്നെ അപ്പച്ചന് അന്ന് 7th ഗ്രേഡ് വിദ്യാഭ്യാസമുണ്ട്. ഇന്നത്തെ ഒരു ഡിഗ്രിയുടെ ഒക്കെ ഒരു ഇക്വലൻ്റ് ആയിട്ടൊക്കെ വരും അന്ന്. അങ്ങനെ അപ്പച്ചൻ സമ്മതിച്ച് അവർ പള്ളി പണിയാൻ തുടങ്ങി. പിന്നെ ഉപദേശിയാകണമല്ലോ, അതിനുവേണ്ടി ബൈബിള് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിള് വായിച്ചു വന്നപ്പോൾ അത് സ്നാനത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് അപ്പച്ചനോട് ഇടപെടുവാനിടയായി തീർന്നു. അങ്ങനെ സ്നാനം സത്യമാണ്, നമ്മൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടണം. അങ്ങനെയുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം എന്നുള്ളതായ ആ ഭാഗമൊക്കെ വായിച്ച് ഉപ്പാപ്പനോട് പറഞ്ഞു, സ്നാനം സത്യമാണ്, എനിക്ക് സ്നാനപ്പെടണം, നമ്മൾ സ്നാനം ഏറ്റെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ ഉപ്പാപ്പനെതിരായിട്ട് അതിനെ എതിര് നിൽക്കുവാനിടയായി തീർന്നു. അപ്പം ഉപ്പാപ്പൻ പറഞ്ഞു, അങ്ങനെ നിനക്ക് അത്ര വലിയ അത്യാവശ്യമാണെങ്കിൽ അവിടെ ഒരു നദിയിൽ തോടുണ്ട്, ആ തോട്ടിലോട്ട് പോയിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ സ്നാനപ്പെട്ടിട്ടിങ്ങ് പോരെ, ആരും അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അങ്ങനെയല്ല വചനം വായിക്കുന്നത്. യേശുവിനെ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുത്തി അത് നമുക്ക് മാതൃകയായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്നാനപ്പെടണം എന്നുള്ളതായ ആഗ്രഹം പിന്നെ
പിന്നെയും അപ്പച്ചൻ പറഞ്ഞു. അങ്ങനെ അപ്പം ഉപ്പാപ്പൻ പറഞ്ഞു, നിനക്ക് പെൺകുഞ്ഞുങ്ങളില്ലേ, നിങ്ങളുടെ മക്കളുടെ അവരെ ആര് വിവാഹം കഴിക്കും, മക്കളുടെ ഭാവിയൊക്കെ എന്തായി തീരുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ അപ്പച്ചന് ആ വചനം വായിച്ചുകൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സ്നാനപ്പെടുവാൻ തക്കവണ്ണം ആഗ്രഹത്തോടെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വ്യക്തി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അപ്പച്ചൻ ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചപ്പം ഒരു കർത്തദാസനായിരുന്നു. റാന്നിയിൽ നിന്ന് ദൈവം ആ ദൈവദാസനോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് അഡ്രസ്സും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന അഡ്രസ്സിൽ ചെന്നിട്ട് അവിടെ ജോർജ് എന്ന് പറയുന്ന സഹോദരനുണ്ട്, മകനെ സ്നാനപ്പെടുത്തണമെന്ന്. അങ്ങനെ ആ കർത്തദാസന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പിന്നെ അന്നേരത്തേക്ക് പ്രതികൂലങ്ങൾ അങ്ങ് വർദ്ധിച്ചു. ഞങ്ങളുടെ ഉപ്പാപ്പനും ഒരു കാത്തലിക്സ് 2 ഒരു വീട്ടുകാരൻ ഞങ്ങളുടെ ഭവനത്തിനടുത്തുണ്ടായിരുന്നു. അവരെയും കൂട്ടുപിടിച്ച് ഞാനൊന്നും ജനിച്ചിട്ടില്ല, 4 മക്കളേ ഉള്ളൂ. അവിടെ കടന്നു വന്ന് അതിന് നീക്കുക, പല വിധത്തിലുള്ളതായ പ്രതിസന്ധികളെ അപ്പച്ചന് തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ അപ്പച്ചൻ അതിനൊന്നും പിന്നെ കൂടോത്രം ചെയ്യുക അങ്ങനെയുള്ളതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അപ്പച്ചൻ പറയുന്നത്. ഇനി അപ്പച്ചന് പിന്നീട് അസുഖം, ആമവാദം വന്നു, അമ്മയ്ക്ക് ചെവി പട്ടി ഒലിക്കുന്നു, അങ്ങനെയുള്ള അസുഖങ്ങളും എല്ലാം പിന്നെയും പ്രതികൂലങ്ങൾ വർദ്ധിച്ചു. അങ്ങനെ അപ്പച്ചൻ വിചാരിച്ചു, എന്നാൽ ഇനിയും തിരിച്ചു പോകാം, വന്നിടത്തോട്ട് തന്നെ, റാന്നിയിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് എല്ലാം കെട്ടിപ്പെറുക്കി എല്ലാം വെച്ചു. അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അപ്പച്ചന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നീ പോകരുത്, ഞാനാണ് നിന്നെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവന്നത്, നീ ഇവിടെ നിന്ന് എനിക്ക് വേണ്ടി വേല ചെയ്യണം, അങ്ങനെ മനുഷ്യരെ ഭയപ്പെടരുത് എന്നുള്ളതായ ആ ദർശനമൊക്കെ അപ്പച്ചന് കിട്ടുവാനിടയായി തീർന്നു. അങ്ങനെ പിന്നെയും അതെല്ലാം അഴിച്ചു വെച്ച് ഇനി പോകണ്ട, ദൈവമല്ലേ പറഞ്ഞത്. അങ്ങനെ പിന്നെയും പ്രതികൂലങ്ങൾ വർദ്ധിച്ചു. പല വിധത്തില് എൻ്റെ അപ്പച്ചൻ്റെ ഉപ്പാപ്പന അപ്പച്ചനെയൊക്കെ ഓടിക്കുവാനാണ് അവിടെ നോക്കുന്നത്. അങ്ങനെ പല വിധത്തിലുള്ള പോരാട്ടമായി. അങ്ങനെ 3 പ്രാവശ്യം അപ്പച്ചൻ തിരിച്ചു പോകുവാൻ വേണ്ടി ഇങ്ങനെയെല്ലാം കെട്ടിപ്പെറുക്കി വെച്ചപ്പോഴൊക്കെയും ആ 3 പ്രാവശ്യം രാത്രിയിൽ അപ്പച്ചനോട് പറഞ്ഞു, ഞാനാണ് നിന്നെ കൊണ്ടുവന്നത്, മനുഷ്യരെ ഭയപ്പെടരുത്, ഞാൻ നിന്നെ ഈ ദേശത്ത് നീ നിന്ന് വിതയ്ക്കണം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ളതായ ആ ദൈവശബ്ദമെല്ലാം കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ അപ്പച്ചൻ ആ ദേശത്ത് നിൽക്കുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. അന്ന് ആ കാലങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലാണ് ആരാധന തുടങ്ങിയത്. ട്രങ്ക് പെട്ടിയൊക്കെ കതിർമേശയായിട്ട് ഉപയോഗിച്ചതായിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ ആരാധന ആരംഭിച്ചു. അങ്ങനെ ആ കാലങ്ങളിലൊക്കെ പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന സമയങ്ങളായിരുന്നു. മലമ്പനി, സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, അങ്ങനെ അനേകർ മരിക്കുവാനിടയായി തീർന്നു. ആ സമയങ്ങളൊക്കെ ഇത് സ്മോൾ പോക്സ് ഒന്നും ഇറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല, ഡോക്ടേഴ്സ് ഒന്നും ഇല്ല, അങ്ങനെയുള്ളതായ സാഹചര്യങ്ങളൊക്കെയാണല്ലോ അന്ന്. അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു CSI ഭവനമുണ്ട്. ഭവനത്തിൽ ഒരാൾ മരിക്കുവാനിടയായി തീർന്നു. എന്നാൽ ആരും ആ വീട്ടിൽ കയറി ചെല്ലുന്നില്ല, അവരവിടെ ബോഡിയും വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്നാൽ CSI അച്ഛനും പോലും കയറി ചെല്ലുവാൻ ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. സ്മോൾ പോക്സ് പെട്ടെന്ന് കയറി പിടിക്കുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചനും പാസ്റ്റർ KM ജോസഫ്, അതായത് ഞങ്ങളുടെ പാസ്റ്റർ ഇപ്പം സാബു വർഗീസ് പാസ്റ്ററാണ്, കർത്തദാസന്റെ ഗ്രാൻഡ് ഫാദറാണ് പാസ്റ്റർ KM ജോസഫ്. ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ സഭകളിൽ ഇരുന്ന ഒരു പാസ്റ്ററാണ്. അങ്ങനെ അപ്പച്ചനും പാസ്റ്റർ KM ജോസഫുമായി ആ ഭവനത്തിൽ കടന്നു ചെന്ന് ആ ബോഡി എടുത്ത് ശവമടക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഭവനത്തിലും സ്മോൾ പോക്സ് പിടിക്കുവാനിടയായി. ഞങ്ങളുടെ ഒരു കുഞ്ഞ് 10 മാസം ഉണ്ടായിരുന്ന ഒരു ആൺകുഞ്ഞ് മരിക്കുവാനിടയായി സ്മോൾ പോക്സ് വന്ന്. പിന്നെ അടുത്ത കുഞ്ഞിനും പിടിച്ചു, സ്മോൾ പോക്സ് പിടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ മരിക്കുന്ന അവസ്ഥയിലേക്ക് ആ കുഞ്ഞും കടന്നുപോയി.
എന്നാൽ ശവം അടക്കുവാൻ വേണ്ടി കുഴി വരെയും വെട്ടിയെന്നാണ് പറയുന്നത്. എന്നാൽ ഇവർ വളരെ ആ ഭവനത്തിൽ ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് എല്ലാവരും കൂടെ രാത്രിയിലും പകലും എല്ലാം പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ കുഞ്ഞിന് കർത്തൃവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും ആ കുഞ്ഞിന് സൗഖ്യം ദൈവം കൊടുത്തു. അങ്ങനെ ആ കുഞ്ഞാണ് എൻ്റെ ബ്രദർ പാസ്റ്റർ ജോർജ് പി ചാക്കോ. ഇപ്പോൾ ന്യൂയോർക്കിലുണ്ട്. ദേവദാസൻ കർത്തൃവേലയ്ക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മലബാറിലും ഒക്കെ അനേക സഭകൾ സ്ഥാപിക്കുവാനൊക്കെ ദൈവം ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. അങ്ങനെ ആ സമയത്ത് അനേക രോഗികളെ ഭവനത്തിൽ കൊണ്ടുവരും. പല വിധത്തിലുള്ള രോഗികൾ ഇവിടുന്ന് എല്ലാം ഭവനത്തിൽ കൊണ്ടുവരും. അവിടെ അപ്പച്ചനും ഇവരെല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. അങ്ങനെ രോഗികൾ സൗഖ്യമാകും. സൗഖ്യമാകിയ രോഗികൾ സഭയിൽ ചേരും. അങ്ങനെ സഭ വളരുവാനിടയായി തീർന്നു. അപ്പം ഭവനം ഞങ്ങളുടെ ഒരു ചെറിയൊരു കുടില് ഭവനമാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ആ സമയത്ത് പിന്നെ ചർച്ച് പണിയേണ്ടതായിട്ട് വന്നു. അങ്ങനെ ചർച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങളുടെ അപ്പച്ചൻ സ്ഥലം കൊടുത്തു. ഞങ്ങളുടെ അടുത്തൊരു വേറൊരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, പേരപ്പറമ്പിൽ അപ്പച്ചൻ. അവരും ഞങ്ങളുടെ അപ്പച്ചനും കൂടി അങ്ങനെ ഒരു സഭയ്ക്ക് വേണ്ടിയും പാഴ്സനേജ്, ശവക്കോട്ട അങ്ങനെ ഒക്കെ ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കൊടുത്ത് അങ്ങനെ അത് സ്ഥാപിക്കുവാനിടയായി തീർന്നു. ആ സഭയാണ് പെരിങ്കിരിയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്. ഇന്നും വളരെ അനുഗ്രഹമായി നിലകൊള്ളുന്നു. ആ സഭയിലുള്ളതായ മക്കള് പലരും കർത്തൃദാസന്മാർ ഇന്നും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒക്കെ സൂപ്രണ്ടായിട്ട് മലബാറിലെ പ്രവർത്തിക്കുന്ന പാസ്റ്റർ VT എബ്രഹാം, പാസ്റ്റർ VC എബ്രഹാം, സാബു പാസ്റ്റർ, മാതാപിതാക്കള് സാബു പാസ്റ്ററുടെ ഒരു കുഞ്ഞമ്മച്ചി എന്ന് പറഞ്ഞൊരു സഹോദരി, ഇവരൊക്കെ ഞങ്ങളുടെ സഭയിൽ പെരിങ്കിരി സഭയിൽ ഉണ്ടായിരുന്നതാണ്. പാസ്റ്റർ ജോൺസൺ രാജസ്ഥാനിൽ ജയിലിലായിരിക്കുന്നത്. അതെൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോനാണ്. അവരൊക്കെ സഭയിൽ നിന്ന് കടന്നു പോയിട്ടുള്ള അനേകര്, പാസ്റ്റർ VK ജെയിംസ്, അവരൊക്കെ ദൈവത്തിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ സഭയെ ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. ആ കാലത്ത് വന്യമൃഗങ്ങളൊക്കെ കടന്നു വരുന്ന ഒരു സമയങ്ങളായിരുന്നു. വീട്ടിലൊക്കെ വന്നിട്ട് കോഴിയെയും ഒക്കെ പിടിക്കാനൊക്കെ വരും. ഒരു ദിവസം അമ്മ തനിയെ കുഞ്ഞുങ്ങളുമായിട്ടിരുന്നപ്പോൾ ഒരു ദിവസം കടുവ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നുവെന്ന് അമ്മ പറയുവാനിടയായി തീർന്നു. അമ്മ പേടിച്ചു പോയി. കർത്താവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അന്യഭാഷകളിൽ അങ്ങ് ആരാധിക്കുവാൻ തുടങ്ങി. ആരാധന കേട്ടപ്പോഴേക്ക് കടുവ ഓടിപ്പോയി എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന്. അപ്പച്ചനും അമ്മയൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് അവിടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ ഇടയായി തീർന്നത്. ആമേൻ, സ്തോത്രം. അപ്പച്ചന് ഒരു കവല പ്രാസംഗികനായിരുന്നു. അപ്പച്ചൻ തനിയെ സുവിശേഷം പറയുവാനായി മിക്കവാറും പോകും. എന്നാലും സഭയിൽ നിന്നൊക്കെ പലപ്പോഴും പാസ്റ്റർമാരൊക്കെ കടന്നു വരുമെങ്കിലും ആരും പോയില്ലെങ്കിലും അപ്പച്ചൻ തനിയെ ഹാൻഡ് മൈക്കും എടുത്ത് ടൗണുകളിൽ കവലകളിലെല്ലാം പോയി പ്രസംഗിക്കും. അപ്പം പ്രസംഗിക്കാൻ പോകുമ്പം എന്നെയും എൻ്റെ സിസ്റ്റർ വത്സമ്മയെയും കൊണ്ടുപോകും. ഞങ്ങൾ പാട്ട് പാടുവാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പാട്ട് പാടും, പിന്നെ അപ്പച്ചൻ പ്രസംഗിക്കും. അങ്ങനെ ഞാൻ എയ്ത്ത് ഗ്രേഡ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ സ്കൂളിനടുത്ത് കൂട്ടുപുഴ എന്ന സ്ഥലത്ത് ഒരു പരസ്യയോഗം നടത്തുകയാണ്. അന്ന് ഞാനും എൻ്റെ സിസ്റ്ററും പാട്ട് പാടി എൻ്റെ അപ്പച്ചൻ പ്രസംഗിച്ചു. പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ മാത്ത് ടീച്ചർ, മാത്ത് സാറ്, ജോർജ് സാറെന്ന് വിളിക്കും, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാതാമ്മ ഇന്നലെ, എന്നെ മാതാമ്മയെന്നാണ് വിളിക്കുന്നത്, മാതാമ്മ ഇന്നലെ സ്ട്രീറ്റിൽ നിന്ന് പാട്ട് പാടുന്നത് കേട്ടു, ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ഈ ഫ്രണ്ടിലോട്ട് വന്നൊന്ന് പാട്ട് പാടിക്കുകയെന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം അങ്ങ് കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ടീനേജ് പ്രായമാണല്ലോ. എനിക്കങ്ങ് ഭയങ്കര എംബാരസ്മെന്റ്, ഒരു ഷെയിമായി പോയി. ഞാനും പിന്നെ ഇരുന്ന് കരയുവാനിടയായി തീർന്ന, ക്ലാസ്സിലിരുന്ന് ഒത്തിരി കരഞ്ഞു. പിന്നെ സാറ് വന്നിട്ട് പറഞ്ഞു, "ഓ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, സോറി" എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ സമയം മുതൽ, ആ 8th ഗ്രേഡിൽ അങ്ങനെ ഒരു സംഭവം നടന്നത് മുതൽ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, "ഇനി ഞാൻ പാട്ട് പാടാൻ വരത്തില്ല അപ്പച്ച" അങ്ങനെ പറയുവാനിടയായി തീർന്നു. പിന്നെ ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഈ കാസറ്റ് ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്ത് അത് കൊണ്ടുവെക്കും. എന്നിട്ട് അപ്പച്ചൻ പ്രസംഗിക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പലപ്പോഴും പ്രസംഗത്തിലൊക്കെ ഒത്തിരി മദ്യപാനികളൊക്കെ കടന്നു വന്ന് ഉപദ്രവിക്കാനായിട്ട് അപ്പച്ചൻ്റെ അടുത്ത് വരെ വരും. എന്നാൽ അപ്പച്ചൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് മാറിപ്പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആരും അപ്പച്ചനെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ല. വളരെ അനേകര് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. എല്ലാത്തിനായും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഞങ്ങളുടെ അപ്പച്ചനും അമ്മയും അമേരിക്കയിൽ 2 പ്രാവശ്യം കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴും ഞാനിവിടെ ഇല്ല, എന്നെ കൊണ്ടുവരുവാനാണ് അവർ ഇവിടെ വന്നത്, എനിക്ക് വേണ്ടി ഫയൽ ചെയ്യുവാൻ. അങ്ങനെ രണ്ടാമത്തെ ഞാൻ വന്നിട്ട് അവർ തിരിച്ചു പോയി. പിന്നെയും ഒരു പ്രാവശ്യം കൂടി കടന്നു വന്നു. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ കൂടെ താമസിക്കുവാനും ഞങ്ങൾക്ക് ശുശ്രൂഷിക്കുവാനൊക്കെ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴും അപ്പച്ചൻ ട്രാക്റ്റുകളുമായിട്ട് സ്ട്രീറ്റുകളിൽ കടന്നു പോകും. എല്ലാവർക്കും ട്രാക്റ്റുകൾ കൊടുക്കും. അതുപോലെ വൈറ്റ് ഹൗസിൽ പോയപ്പോഴും അവിടെ ജോർജ് ബുഷ് പ്രസിഡന്റിന്റെ ഒരു സ്റ്റാച്യു ഇരിക്കുന്ന കണ്ടു. അപ്പച്ചൻ ഓർത്ത് അത് പ്രസിഡന്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് കയ്യിൽ കൊടുത്ത സംഭവമുണ്ട്. അങ്ങനെയൊക്കെ അപ്പച്ചൻ എവിടെ ചെന്നാലും ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. അതുപോലെ അപ്പച്ചൻ്റെ മരണം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലായിരുന്നു. 96-ാം വയസ്സിലാണ് ദൈവസന്നിധി ചേർക്കപ്പെട്ടത്. മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഒരു ദർശനം കാണുവാനിടയായി തീർന്നു. ഒരു വലിയ ഒരു പ്ലെയിൻ വന്നിട്ട് അപ്പച്ചനെ കൊണ്ടുപോകുന്നു. എന്നിട്ട് ഒരാൾ വന്ന് പറയുകയാണ്, "ഞാൻ 2-3 ദിവസത്തിനകം നിന്നെ കൊണ്ടുപോകുവാൻ വരും. നീ ഒരു കാര്യത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ വരുമെന്ന്." എന്നാൽ എൻ്റെ സിസ്റ്റർ വത്സമ്മ ചെറുപുഴ പിന്നെ മലാങ്കടവിലാണ് അവസാന നിമിഷങ്ങൾ അവിടെ ആയിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് സണ്ണിച്ചായനോട് പറഞ്ഞു, "ഞാനിങ്ങനെ ഒരു ശബ്ദം കേട്ടു, എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു 2-3 ദിവസത്തിനകം എന്നെ കൊണ്ടുപോകാൻ വരും. ഒരു കാര്യത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണം, എന്തായിരിക്കണം സണ്ണിമോനെ" എന്ന് പറഞ്ഞു. അപ്പച്ചൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സണ്ണിച്ചായൻ പറഞ്ഞു, "അപ്പച്ചൻ ആരോടെങ്കിലും എല്ലാ പ്രയാസവും ഉണ്ടെങ്കിൽ അത് വിട്ട് കളയണമെന്ന്." അങ്ങനെ അപ്പച്ചൻ പറഞ്ഞു, "എനിക്ക് 2-3 പേരോട് എനിക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ ഇത് വിട്ട് കളഞ്ഞ് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു." അങ്ങനെ പറയുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം അന്ന് അപ്പച്ചൻ പറഞ്ഞു, "എൻ്റെ ഷർട്ടും മുണ്ടും എല്ലാം അലക്കി ഇതെല്ലാം ക്ലീനാക്കി വെച്ചിരിക്കണം, നാളെ ഞാൻ കടന്നു പോകുമെന്ന്." അന്ന് അതേപോലെ പിറ്റേ ദിവസം 9 മണിയായി, രാവിലെ ആയപ്പം എല്ലാം കഴിച്ച് കുടിച്ച് എല്ലാം ഒന്ന് ഛർദ്ദിക്കുവാനിടയായി തീർന്നു. അന്നേരത്തേക്ക് മക്കളൊക്കെ ചുറ്റും നിന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ വളരെ സമാധാനത്തോടെ പ്രത്യാശയോടെ എല്ലാവരോടും ബൈ പറഞ്ഞ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അതാണ് എൻ്റെ അപ്പച്ചൻ്റെ മരണം. നീതിമാന്റെ മരണം ഉറക്കം പോലെ എന്ന് വചനത്തിൽ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു മരണമായിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ മരണം. അതുപോലെ അമ്മയും 94-ാം വയസ്സിൽ വളരെ പ്രത്യാശയോടെ സമാധാനത്തോടെ ദൈവസന്നിധി ചേർക്കപ്പെടുവാനിടയായി തീർന്നു. എൻ്റെ അമ്മയെ സ്തോത്രാമ്മച്ചി എന്ന് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അമ്മ എവിടെ പോയാലും സ്തോത്രാപ്പച്ച എന്ന് പറയും. സ്കൂളിൽ വന്നാലും സ്തോത്രാപ്പച്ച എന്ന് പറയും. കടയിൽ പോയാലും ബസ്സിൽ കയറിയാലും എവിടെയാണെങ്കിലും സ്തോത്രാപ്പച്ച. അതുകൊണ്ട് എല്ലാവരും സ്തോത്രാമ്മച്ചി എന്നുള്ള പേരാണ് എൻ്റെ അമ്മയെ വിളിച്ചിരിക്കുന്നത്. അന്ന് എനിക്ക് ഷെയിമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് എത്ര അഭിമാനമുണ്ട് എൻ്റെ മാതാപിതാക്കളെ കുറിച്ച്. അവരുടെ ജീവിതം അതുകൊണ്ടാണ് ഞങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നത്.
ഞങ്ങള് അപ്പച്ചനെ പഴിച്ചവരുടെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ കുടുംബമായി ഉയർത്തുവാനിടയായി തീർന്നു. 68-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പായിക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു, ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. അതെത്ര വാസ്തവമാണെന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അപ്പച്ചനെ ഉപദ്രവിച്ചവരെ എല്ലാം ആ പ്രദേശത്ത് നിന്നേ അവര് അത് പുക പതറിപ്പോകുന്നത് പോലെ അവരെ പതർച്ച് കളയുവാനിടയായി തീർന്നു. അവരാരും ആ ദേശത്തില്ല. എന്നാൽ അപ്പച്ചനെ അവിടെ ദൈവം നിർത്തി. അതുപോലെ സങ്കീർത്തനം 113-7-8 വാക്യങ്ങൾ പറയുന്ന പോലെ അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. മലബാറിന്റെ പ്രദേശത്ത് കിടന്നതായ, അങ്ങേയറ്റത്ത് കിടന്നതായ ഞങ്ങളെ ഒക്കെയും ഹല്ലേലൂയ ഇത്രയോ ഉയർത്തുവാൻ ഞാൻ എന്തുള്ളൂ കർത്താവേ എന്ന് ഞാൻ ചിലപ്പോൾ ചോദിക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ 8 മക്കളും ആത്മീയമായും ഭൗതികമായും ദൈവം അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. എൻ്റെ മൂത്ത സഹോദരി ഒരു കർത്തൃവേലയിലായിരുന്നു. പാസ്റ്റർ TS ജോർജ്. പിന്നെ കർത്തൃദാസന് വളരെ കൃപാവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനൊക്കെ വിശ്വാസത്തിലേക്ക് വന്നത് കർത്തൃദാസന്റെ പ്രവർത്തനത്തിലാണ്. അങ്ങനെ കർത്തൃദാസന് 2 വർഷം മുമ്പ് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ടു. അവര് കുഞ്ഞുങ്ങളൊക്കെ കർത്തൃവേലയിലാണ്. രണ്ടാമത്തെ ബ്രദർ ഡാളസില് കുടുംബമായിട്ടായിരിക്കുന്നു. അവര് 3 മക്കളും കുടുംബമായി, കൊച്ചുമക്കളും എല്ലാം അവിടെ ആയിരിക്കുന്നു. മൂന്നാമത്തെ സഹോദരി, അവർക്ക് ദാസിയുടെ 23-ാം വയസ്സില് ഹസ്ബൻഡ് ദൈവസന്നിധി ചേർക്കപ്പെട്ടതാണ്. അന്ന് രണ്ടാമത്തെ മകള് ജനിക്കുമ്പോഴാണ് മകൻ മരിക്കുവാനിടയായി തീർന്നത്. പിന്നെ അവരും ഞങ്ങളുടെ ഭവനത്തിലാണ് വളർത്തപ്പെടുവാനിടയായി തീർന്നത്. അവര് കുടുംബമായി ഇവിടെ ന്യൂയോർക്കിൽ, 2 മക്കളും കുടുംബമായി ന്യൂയോർക്കിലായിരിക്കുന്നു. അടുത്തത് എൻ്റെ സഹോദരൻ പാസ്റ്റർ ജോർജ് B. മത്തായിയാണ്. കർത്തൃദാസന് 2 വർഷം മുമ്പ് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അവരുടെ കുടുംബം മണിമാമ, പിന്നെ 3 മക്കളാണ്. അവരെല്ലാം കുടുംബമായിട്ട് ഫിലദൽഫിയയിലൂടെ ആയിരിക്കുന്നു. പിന്നെയുള്ള ഒരു സിസ്റ്റർ, അവര് മല്ലപ്പള്ളിയില് ഒരു കുടുംബമായി, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹമായിരിക്കുന്നു. പിന്നെ എൻ്റെ പാസ്റ്റർ ജോർജ് B. ചാക്കോ, റെയ്മോള്, അവരുടെ മുഖാന്തരമാണ് ഞങ്ങളെ ഇവിടെ അമേരിക്കയിൽ ഞങ്ങളെല്ലാവരെയും കൊണ്ടുവരുവാൻ ദൈവം അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് അവർക്കൊരു മകന് ഒരു കുടുംബമായി ഇവിടെ ന്യൂയോർക്കിൽ എൻ്റെ അടുത്ത്, ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നത്. പിന്നെ ഒരു സഹോദരി, അവര് മലാങ്കടവില്, ചെറുപുഴ മലാങ്കടവില്, അവർക്ക് 2 മക്കളാണ്. 2 മക്കളും ദൈവവേല ചെയ്യുന്നു. ഒരാള് ഒറീസയിലും ഒരു മകള് ബോംബെയിലും. അവര് MSN നേഴ്സാണ്. എങ്കിലും അവര് ഒരു സുവിശേഷ വേലയിലാണ്, അവരുടെ സഭയിൽ ആയിരിക്കുന്നു. പിന്നെയുള്ളത് ഞാനാണ്. ഞാൻ ദൈവകൃപയാല് ഇവിടെ കടന്നു വരുവാനും 38 വർഷമായി US-ലായിരിക്കുന്നു. ദൈവം ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. അതാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഒക്കെ ദൈവം ഞങ്ങളുടെ കുടുംബമായി ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾ ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾക്ക് എല്ലാ ശുശ്രൂഷകൾക്കാരെയും എല്ലാവരെയും കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു. നിങ്ങൾ വായ്പ വാങ്ങുകയില്ല, വായ്പ കൊടുക്കുമെന്നാണ് വചനം പറയുന്നത്. അതുപോലെ ഞങ്ങളെ എല്ലാവരും ആക്കി തീർത്തു. വചനം അനുസരിച്ചതുകൊണ്ട്, എൻ്റെ പിതാവ് ആ വചനം അനുസരിച്ച് അന്ന് മുൻപോട്ട് വന്നതുകൊണ്ട് ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ല. ദൈവം വിശ്വസ്തനാണ്. ആമേൻ, സ്തോത്രം. ഇത്രത്തോളം ദൈവം നടത്തി. അതാണ് ഞങ്ങളുടെ മാതാപിതാക്കളുടെയൊക്കെ സാക്ഷ്യം, ഞങ്ങളുടെ അനുഭവങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള സാക്ഷ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. സങ്കീർത്തനം 116-13 പറയുന്ന പോലെ, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയാൽ ഒരു പെന്തക്കോസ്ത് ഭവനത്തിലാണ് എനിക്ക് ജനിച്ച് വളർത്തപ്പെടുവാനിടയായത്.
എൻ്റെ ശൈശവം, കൗമാരം, യൗവനം ഇതെല്ലാം മലബാറിലെ പെരിങ്കരി സ്ഥലത്തായിരുന്നു. ഹൈസ്കൂൾ പഠിത്തം കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. കാരണം എനിക്ക് ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ ഹോസ്പിറ്റലൊക്കെ വന്നു പോകുമ്പം നേഴ്സുമാർ ഈ വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച് നീഡിലൊക്കെ പിടിച്ചു പോകുന്നത് എനിക്ക് കാണുമ്പോൾ വളരെ താല്പര്യമാണ്. അന്ന് ഞാൻ തീരുമാനിച്ച് ഞാനും ഒരു നേഴ്സാകും. അതുകൊണ്ട് അങ്ങനെ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോകുവാനിടയായി തീർന്നു. അത് മലബാറിലെ ജനതാ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഫസ്റ്റ് ബാച്ച് ഞങ്ങളായിരുന്നു. 10 പേര്. ഞങ്ങൾ 10 പേര്. കാരണം എനിക്ക് ദൂരെയൊന്നും പോകാൻ ആഗ്രഹമില്ലായിരുന്നു. കാരണം എനിക്ക് അപ്പച്ചനെ വിട്ട് എവിടോട്ടും പോകുന്നത് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. അത്രയ്ക്ക് എനിക്ക് അപ്പച്ചനോട് വളരെ താല്പര്യമായിരുന്നു. അത് അപ്പച്ചനും എന്നോടും അങ്ങനെയായിരുന്നു. എന്നാൽ ഞാൻ എല്ലാ ഫിഷുകളും കഴിക്കത്തില്ല, എല്ലാ മീറ്റുകളും കഴിക്കത്തില്ല. അപ്പച്ചനറിയാം ഞാൻ ഈ സ്രാഗൊക്കെ കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ അന്നേരം ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അടുത്ത എവിടെയെങ്കിലും ആണെങ്കിൽ അപ്പച്ചൻ എനിക്ക് അതൊക്കെ കൊണ്ടുതരുമല്ലോ. അങ്ങനെ എല്ലാ മാസവും കൊണ്ടുതരുമായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുമ്പം. അങ്ങനെ ആ ജനതാ ഹോസ്പിറ്റലിൽ 3.5 വർഷക്കാലം നേഴ്സിംഗ് പഠിച്ചു. ഞങ്ങൾ 10 സ്റ്റുഡൻസും വളരെ സ്നേഹത്തോടെ അവിടെ കഴിയുവാനിടയായി തീർന്നു. അങ്ങനെ 3.5 വർഷക്കാലം കഴിഞ്ഞ് അത് 1 വർഷം സേവനം ചെയ്ത് 1 വർഷം പിന്നെ ഞാൻ ഡൽഹിയിൽ കടന്നുപോയി. അവിടെ ഗംഗാറാം ഹോസ്പിറ്റലിൽ 1 വർഷം ജോലി ചെയ്യുവാനിടയായി തീർന്നു. പിന്നെ 25-ാം വയസ്സിൽ 1988 ഈ രാജ്യത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. പിന്നെ ഇത് 1988 കടന്നു വന്ന 89 ജാനുവരിയിൽ ഇവിടെ ഒരു സിറ്റി ഹോസ്പിറ്റലിൽ എമർജൻസി റൂം നേഴ്സായിട്ട് ഞാൻ ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. 29 ഓൾമോസ്റ്റ് 30 വർഷം ജോലി ചെയ്തു. 55-ാം വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കുവാൻ ദൈവം സഹായിച്ചു. പിന്നെ 88 കടന്നു വന്നിട്ട് 89 ഞാൻ വെച്ചുച്ചിറയിലുള്ള ഒരു കൊടുവേലിൽ കുടുംബത്തിൽ നിന്ന് ഏറ്റവും ഇളയ മകനായ റജി ആണ് എന്നെ വിവാഹം കഴിച്ചത്. അവരും അവരുടെ അമ്മയാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. ഓർത്തഡോക്സ് യാക്കോബൈസ് ആയിരുന്നു. വിശ്വാസത്തിന് വേണ്ടി വളരെ വില കൊടുത്ത ഒരു മാതാവാണ്. വളരെ പ്രാർത്ഥിക്കുന്ന മാതാവായിരുന്നു. അവര് മാതാവും പിതാവും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളോട് 10 വർഷമായിരുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാൻ ഇവിടെ കൃപ ചെയ്തു. അവരും എല്ലാവരും ദൈവത്തെ അറിയുവാനും ദൈവത്തിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടുന്ന കുടുംബമാണ്. അവരെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ 1991 എൻ്റെ ഹസ്ബൻഡ് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് സമാധാനത്തോടെ കടന്നു പോകുന്ന അവസരങ്ങളാണ്. ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആയപ്പം അത് 3-ാം മാസം സോണോഗ്രാം ചെയ്തപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ഇല്ല. അങ്ങനെ ആ കുഞ്ഞ് നഷ്ടപ്പെടുവാനിടയായി തീർന്നു. പിന്നീട് ഞങ്ങൾ സ്പെഷ്യലിസ്റ്റിനെ, എൻഡോക്രൈനോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഈ ഹോർമോണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, വളരെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം അബ്നോർമലാണ്. അതുപോലെ യൂട്രസിനും ഫൈബ്രോയിഡൊക്കെ ആയിരിക്കുന്നു. അതുകൊണ്ട് അത് ഈവൻ പ്രഗ്നൻ്റ് ആയാലും അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ടൊക്കെ ആയിരിക്കും ആ കുഞ്ഞിനുണ്ടാകുന്നതെന്ന്. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ ഒരു കുഞ്ഞില്ലാത്ത ഒരവസ്ഥ. ഞാൻ ചർച്ചിലൊക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ കടന്നു വരുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരണമേ എന്ന്. ഞങ്ങൾ രണ്ടുപേരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഒരു ദിവസം രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പൊട്ടി ചിരിക്കുന്ന. ഞാൻ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ചിരിക്കുന്നതെന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുകയാണ്, ഞാനൊരു കൊച്ചിൻ്റെ പാമ്പർ മാറുന്നത് കണ്ടിട്ട് ചിരിക്കുകയാണെന്ന്. അങ്ങനെ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. എന്നാൽ വിത്തിൻ 2 months ഞാൻ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ കുഞ്ഞ് ജനിക്കുവാനിടയായി തീർന്നു. എന്നാൽ വളരെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണ്, ഒരു പെൺമകള് ഉണ്ടായി. എന്നാൽ
അവള് പാല് കുടിക്കുമ്പോൾ മൂക്കിൽ കൂടി വരും. അതുപോലെ സക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ഡിഫിക്കൽട്ട്, ഫീഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അവൾക്ക് ക്ലഫ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ പാല് കുടിക്കുമ്പം ഇതുപോലെ സക്ക് ചെയ്യാനൊക്കെ മസിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ അത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ നിപ്പിളൊക്കെ കൊടുത്ത് അവളെ ഫീഡ് ചെയ്യുവാനൊക്കെ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ 1 വർഷമായപ്പോൾ ഞങ്ങൾ സർജറി ചെയ്തു. കുഞ്ഞിന് വളരെ പ്രയാസമായിരുന്നു. എന്നാൽ അത് സക്സസ് ആയി തീർന്നു. അത് എല്ലാം സർജറി എല്ലാം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു അവളുടെ സംസാരത്തിനൊക്കെ പ്രയാസമുണ്ടാകാം, കിണുങ്ങിയൊക്കെ സംസാരിക്കും. അവളെ കാണുന്നവരൊക്കെ പറയും അവൾ കിണുങ്ങിയേ സംസാരിക്കത്തുള്ളൂ എന്ന്. എന്നാൽ എനിക്കറിയാം എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ കുഞ്ഞിനോ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പാസ്റ്ററെ, കുഞ്ഞ് ഒരു പാട്ടുകാരിയായി മാറി. ഞാൻ സംസാരിക്കുന്ന വളരെ ക്ലിയർ ആയിട്ട് അവൾ സംസാരിക്കും. ആരും പറയത്തില്ല അവൾക്ക് ക്ലെഫ്റ്റ് പാലറ്റ് ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ ഞങ്ങളുടെ ചർച്ചിൽ, ICA ചർച്ചിൽ 6 വർഷക്കാലം അവൾ കൊയർ ലീഡറായിരുന്ന, വളരെ അഭിഷേകത്തോടെ പാട്ട് പാടുമായിരുന്നു. ഞങ്ങളുടെ 3 മക്കളും പാട്ട് പാടുന്നവരാണ്. അതിനുള്ള ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ഇളയ മകള് ഇൻസ്ട്രുമെന്റ് വായിക്കും, പിയാനോ, വയലിനാണ് മെയിനായിട്ട്, പിന്നെ ഗിത്താറ് ഇങ്ങനെയൊക്കെ വായിക്കും. അവൾ പാട്ടെഴുതും, റെക്കോർഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവളുടെ ടാലൻറ്റുകൾ ഉള്ളത്. നാം മഹത്വമെടുക്കുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ വളരെ സന്തോഷകരമായി ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ. യാതൊരു പ്രയാസവുമില്ല, യാതൊരു കഷ്ടതയില്ല, അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നുമില്ല, വേറെ കഷ്ടങ്ങളൊന്നുമില്ല. അങ്ങനെ സന്തോഷകരമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ 2006 എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരികയാണ്. ആരോ എന്നോട് എപ്പോഴും പറയുകയാണ്, നീ പോയി മാമോഗ്രാം ചെയ്യണം, മാമോഗ്രാം ചെയ്യണം. എൻ്റെ ആത്മാവിൽ ആരോ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു സൈൻ ആൻഡ് സിംറ്റംസോ ഒന്നുമില്ല, പിന്നെന്തിനാണ് ഞാൻ മാമോഗ്രാം ചെയ്യുന്നത്? എനിവേ ഞാനിങ്ങനെ മാസങ്ങൾ കേട്ടു. പിന്നെ ഞാൻ പോയി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് മാമോഗ്രാം വേണമെന്ന്. അങ്ങനെ ഡോക്ടറും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് ഒരു പ്രോബ്ലം ഇല്ലല്ലോ, ഞാൻ ചെക്ക് ചെയ്തിട്ട്. എൻ്റെ നിർബന്ധത്താൽ മാമോഗ്രാം ചെയ്യുവാനിടയായി തീർന്നു. അന്നേരം മാമോഗ്രാം ചെയ്തിട്ട് റിപ്പോർട്ടിന് വിളിച്ചിട്ട് ഡോക്ടർ പറയുകയാണ്, എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ ഒരു സ്മോൾ ലീഷൻ കാണുന്നു, ഒരു ലംബ് കാണുന്നു, അത് ക്യാൻസർ ആണെന്ന് തോന്നുന്നു, ഫർദർ ചെക്കപ്പിന് കടന്നു പോകണമെന്ന്. എന്നാൽ ഞാൻ പിന്നെ ബയോപ്സി ചെയ്യുവാനിടയായി തീർന്നു. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ ചെയ്യണമെന്നറിയത്തില്ല. ക്യാൻസർ ആണെന്ന് കേട്ടതോടുകൂടി ഞാൻ കരഞ്ഞുകൊണ്ട് പോയി കട്ടിലേൽ കമന്ന് കിടന്ന് കരയുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ ഓർത്തത്. മൂത്ത മകൾക്ക് 12 വയസ്സ്, മോന് 10 വയസ്സ്, മോക്ക് 8 വയസ്സ്. ഇത്രയും പ്രായമേ ഉള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ മിഡിൽ സ്കൂളിലും ഒക്കെ പഠിക്കുന്നവരാണ്, UP സ്കൂളിലും ഒക്കെ പഠിക്കുന്നവരാണ്. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എന്താകും എന്നൊക്കെ ചിന്തിച്ച് ഞാനങ്ങ് കരച്ചിലാണ്. അത് കേട്ടോണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും വന്നു, ഹസ്ബൻഡും വന്നു. ഞാൻ ഇച്ചാനോട് പറഞ്ഞ് വിവരങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കൂട്ടക്കരച്ചിലായി. 5 പേരും കൂടെ കരയുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഹസ്ബൻഡും എൻ്റെ ബെഡിന് ചുറ്റും മുട്ടും കുത്തി കരയുന്നു. ദാവീദും കൂട്ടരും അവർക്ക് ബലമില്ലാതാകുവോളം കരഞ്ഞു എന്ന് പറയുന്നത് പോലെ ഞങ്ങൾക്ക് കരയുവാനല്ലാതെ അന്ന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങളുടെ കരച്ചിലൊക്കെയും ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയായി ചെന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്ക് സഹായത്തിനായി ചർച്ചിൽ നിന്നും കടന്നു വന്നു. പിന്നെ ഡോക്ടർമാർ ഞങ്ങളെ വിളിക്കുന്നു. അങ്ങനെയൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങളുടെ ചർച്ച് പ്രത്യേകിച്ച് പാസ്റ്റർ കടന്നു വന്നു, വിശ്വാസികൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു ചർച്ചിലെ ഒരു യൂത്ത് കപ്പിൾസിൻ്റെ ഒരു മീറ്റിംഗ്, ഒരു പ്രയർ മീറ്റിംഗ് നടക്കും എല്ലാ ആഴ്ചകളിലും വീടുകളിൽ. അവർ വിവരം അറിഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിൽ വളർന്നു വന്നു. എല്ലാ ദിവസവും ആത്മാവിലുള്ള ആരാധനയാണ്.
അത് ആ പ്രാർത്ഥന എന്നെ വളരെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൽ ആശ്രയിപ്പാനും ആ ദുഃഖം ഒക്കെ മാറി ഹല്ലേലൂയ ഒരു സമാധാനം എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ശബ്ദം കേൾക്കുകയാണ്, മനുഷ്യർക്ക് നേരിട്ടല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല, ദൈവം വിശ്വസ്തൻ. ആദ്യമായിട്ട് ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്. പിന്നെ 1 പത്രോസിന്റെ 4:12 നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഈ അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ അതുപോലെ കൊലോസ്യർ 1:12 കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നതിനായി തികഞ്ഞ ശേഷം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അങ്ങനെയുള്ളതായ ആ വചനങ്ങളൊക്കെ എന്നെ ധൈര്യപ്പെടുത്തി. അന്ന് വരെ ഇതൊക്കെ വായിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കഷ്ടത വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതൊക്കെ വായിച്ചങ്ങ് പോകത്തല്ലേ ഉള്ളൂ. അങ്ങനെ ഈ വചനങ്ങളൊക്കെ എന്നോട് ശക്തമായി ഇടപെട്ടു. ഈ വചനം വായിക്കുമ്പോൾ എന്നോടങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ ഞാൻ വളരെ ധൈര്യപ്പെടുവാൻ ഇടയായി തീർന്ന്. അങ്ങനെ ദൈവമക്കളുടെ കൂട്ടായ്മയുടെയൊക്കെ മഹത്വം അന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് അറിയുന്നത്. ഒരു സഹോദരിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ കൂട്ടായ്മ ആ ബന്ധം എത്ര വലുതാണെന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പിന്നീട് ഞാൻ സർജറിയിൽ കൂടി കടന്നുപോയി. കീമോതെറാപ്പി, റേഡിയേഷൻ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൽ കൂടിയൊക്കെ കടന്നുപോയി. കീമോതെറാപ്പി എനിക്ക് വളരെ പ്രയാസമായിരുന്നു. എനിക്ക് ടോളറേറ്റ് ചെയ്യാനേ പറ്റത്തില്ല. കീമോതെറാപ്പി കഴിഞ്ഞ് അവർ IV ഇൻഫ്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരും, ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ ഛർദ്ദിച്ച് ബെഡിൽ കിടക്കും. എൻ്റെ ശരീരം മുഴുവൻ അങ്ങ് തളർന്നു പോവുകയാണ്. എന്തുവാ പറയുന്ന കഴപ്പാണ്. ഒന്ന് എണീക്കാനോ ഒന്ന് മിണ്ടാനോ എൻ്റെ ഉള്ളില് പറയുമല്ലാതെ എനിക്ക് വാ തുറന്നൊന്നും പറയാനൊക്കത്തില്ല. അങ്ങനെ രാത്രിയിൽ ഉറക്കമില്ല. നമുക്കറിയാലോ ഈ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ പോയിസനാണ് നമ്മുടെ IV വെയിനിലേക്ക് കയറ്റുന്നത്. ആ പോയിസനായി നല്ല കോശങ്ങളെയും അഴുക്ക് കോശങ്ങളെയും എല്ലാം അരിച്ചു പെറുക്കി നശിപ്പിക്കുകയാണ്. അപ്പോൾ ആ കോശങ്ങളെല്ലാം നശിച്ചു പോകുമ്പം നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് ആ കീമോതെറാപ്പി ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അവരിച്ചിരി സ്ട്രോങ് ആയിട്ട് തന്നു. കാരണം ഞാൻ യങ്ങാണ്, എനിക്ക് 42 വയസ്സേ അന്നേരം ഉള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു എനിക്ക് സ്ട്രോങ് ആയിട്ട് കീമോ തരുവാണെന്ന്. അങ്ങനെ ആ കീമോതെറാപ്പിയിൽ എനിക്ക് വളരെ പ്രയാസമായിരുന്നു. ഞാൻ ഛർദ്ദിച്ച് കിടക്കും. അങ്ങനെ ഒരു ദിവസം ഒന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ 3-ാമത്തെ ആഴ്ച അടുത്ത ട്രീറ്റ്മെൻറ്റിന് പോകണം. അങ്ങനത്തേകം പിന്നെയും നമുക്ക് ആദ്യത്തേതിലും വളരെ സ്ട്രോങ് ആയിട്ടാണ്. ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹെയർ മുഴുവൻ പറഞ്ഞു പോയി, എല്ലാം പൊഴിഞ്ഞു പോകുവാനിടയായി തീർന്നു. 2-ാമത്തെ കീമോ കഴിഞ്ഞ് ഞാനിങ്ങനെ എനിക്ക് എണീക്കുവാനോ കഴിക്കുവാനോ ഒന്നും പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡ് അന്ന് പുതിയ ജോലി കിട്ടി, ആ ജോലിക്ക് കടന്നുപോയി. എൻ്റെ മക്കള് സ്കൂളിൽ കടന്നുപോയി. അങ്ങനെ ഞാൻ തനിയെ ബെഡിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവമേ, ഇതെന്തിനാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ? ഞാൻ എന്താ പാപമാണ് ചെയ്തത്? ഞാൻ ഇത്ര പാപിയാണോ? ഇതൊക്കെ എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ദൈവത്തോട് ഇങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ കിടക്കുകയാണ്. അപ്പോൾ ആ ക്രൂശിലെ ദർശനം എൻ്റെ മുമ്പിൽ കടന്നു വരുവാനിടയായി തീർന്നു. ആ ക്രൂശിൽ എൻ്റെ യേശു അനുഭവിച്ചതായ ആ കഷ്ടതകൾ ഓരോന്നോരോന്നായി എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, ഈ കഷ്ടതകളെല്ലാം എനിക്ക് വേണ്ടി സഹിച്ചു, എൻ്റെ കഷ്ടതയൊന്നുമില്ല ഇതിൻ്റെ മുൻപാകെ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു. ദൈവശബ്ദം ഞാൻ കേൾക്കുകയാണ്. 1 പത്രോസ് 2:24 അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എൻ്റെ ആ പാപങ്ങളെല്ലാം എൻ്റെ കർത്താവിൻ്റെ ആ ശരീരത്തിൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ഈ ക്രൂശന്മേൽ കിടന്നു. എൻ്റെ പാപത്തിന് വേണ്ടി മാത്രമല്ല, എൻ്റെ രോഗത്തിനും സൗഖ്യദായകൻ എൻ്റെ യേശുവാണ്. ആമേൻ, സ്തോത്രം.
അങ്ങനെ ദൈവസന്നിധിയിൽ അതിൻ്റെ കുറവുകളൊക്കെ ഏറ്റു പറയാനിടയായി തീർന്നു. അന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച കാര്യങ്ങൾ എനിക്ക് മറ്റുള്ളവരോട് എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കുവാനുള്ള ഒരു അന്ന് എനിക്ക് ആകത്തില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രയാസങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കുറവുകളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. എന്നാൽ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അനേകരെ വിളിച്ച് എന്നോട് വല്ല പ്രയാസമുണ്ടോ എന്ന് ഞാൻ അനേകരെ വിളിച്ച് പറയുവാൻ, എന്നോട് ക്ഷമിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുവാനും ദൈവസന്നിധിയിൽ എന്നെ സമർപ്പിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അന്ന് ഈ ക്രൂശിലെ ഈ ക്രൂശിന്റെ മുമ്പാകെ എന്നെ സമർപ്പിച്ചപ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് ഒരു അത്യന്തമായ ഒരു ശക്തി കടന്നു വന്നത് ഞാൻ അനുഭവപ്പെട്ടു. ഞാൻ ആത്മാവിൽ പാടുവാൻ തുടങ്ങി. അന്ന് വരെ ഞാൻ ആത്മാവിൽ പാടിയിട്ടില്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്. വചനമൊക്കെ വായിക്കുന്നുണ്ട്, എന്നാൽ ഒരു ഭദ്രതമായ ഒരു അവസ്ഥയിലൊക്കെ ഇവിടെ വന്നിട്ട് കടന്നു പോവുകയായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ നിറവിൽ എനിക്ക് അന്ന് പാടിക്കൊണ്ട് ഞാൻ ആ കട്ടിൽ നിന്ന് എണീറ്റ് ഫ്രിഡ്ജ് തുറന്ന് ഞാൻ ഭക്ഷണം കഴിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ, ദൈവം എന്നെ ശക്തീകരിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ഇയ്യോബിന്റെ പുസ്തകം എടുത്ത് വായിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഇയ്യോബിന്റെ പുസ്തകം എടുത്ത് വായിച്ചു. അപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ആ ഇയ്യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നതുപോലെയാണ് എൻ്റെ ജീവിതത്തിലുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായിരുന്നു. എന്നാൽ ദൈവം അവനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് അവന് ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്നുള്ളതായ ദൈവത്തിന് അവന് അത്ര വിശ്വാസമായിരുന്നു. ആ ദൈവത്തിലുള്ള വിശ്വാസം ഇയ്യോബിനുള്ള വിശ്വാസം ദൈവത്തിന് അത്രയായിരുന്നു. എന്നാൽ അവന് ഒരു വാക്കിൽ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, എന്നാലും അവൻ്റെ അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ അതെല്ലാം എൻ്റെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് 42-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്നാൽ എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണുന്നു എന്ന് ഇയ്യോബ് പറഞ്ഞു പോകാനിടയായി തീർന്നു. അതായിരുന്നു എൻ്റെയും ജീവിതത്തിൽ. എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കേൾവിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ദൈവശബ്ദം ഞാൻ എൻ്റെ കാതുകളിലൊന്നും കേട്ടിരുന്നില്ല. എന്നാൽ ഈ ക്രൂശിൻ്റെ ദർശനം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അന്നു മുതൽ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാം. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, കൂടുതൽ കൂടുതൽ വായിക്കണമെന്നുള്ളതായ ഒരാഗ്രഹം അന്ന് തുടങ്ങി. ഞാൻ ഒരു ഫ്യൂ മന്ത്സിനകം എൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ വചനം ആദ്യം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും വായിച്ചു തീർത്തു. പല പ്രാവശ്യം ഞാൻ വായിക്കുവാനൊക്കെ തുടങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്, പകുതി വരുമ്പോഴൊക്കെ നിർത്തും. എന്നാൽ ആ സാഹചര്യത്തിലാണ് എനിക്ക് ബൈബിൾ മുഴുവൻ വായിക്കുവാൻ ദൈവം അവസരം തന്നത്. ദൈവം താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ആമേൻ, സ്തോത്രം. നമ്മളെ തകർത്ത് കളയുവാനല്ല, ദൈവത്തെ കൂടുതൽ എനിക്ക് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ കഷ്ടതയിലായത് എനിക്ക് നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എനിക്ക് ഗുണമായി എന്ന് ദൈവവചനം പറയുന്നത് പോലെ, ദൈവത്തിൻ്റെ വചനം എനിക്ക് പിന്നെ നമ്മുടെ നാവിന് മാധുര്യമാണ്, എത്ര മധുരമാണ്. എനിക്ക് വചനം പിന്നെയും വായിക്കണം, പഠിക്കണം എന്നുള്ളതായ ആ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ അതിയായ ദാഹം, ആ വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം എനിക്കുണ്ടായി തീർന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ സമർപ്പിക്കുവാനും ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ പിന്നെ വളരെ എനർജറ്റിക്കായി ഞാൻ പിന്നെയും ജോലിക്ക് തിരിച്ചു പോയി. അവിടെ കിടന്ന് ജോലിക്ക് പോയി പിന്നെ ബ്രേക്കിനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് വേണ്ടി നിങ്ങൾക്ക് വല്ലതും പ്രാർത്ഥന വിഷയമുണ്ടോ എന്ന് ചോദിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ബൈബിളൊക്കെ ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ആ ബ്രേക്ക് ടൈമിലൊക്കെ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാനും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം എന്നെ ശക്തീകരിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ അങ്ങനെ സന്തോഷമായി ജീവിക്കുകയായിരുന്നു.
ഒരു 10 വർഷം അങ്ങനെ മുന്നോട്ട് പോയി. ആ 10 വർഷത്തിൽ ഞാൻ ദൈവവുമായിട്ട് വളരെ കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ ഞാൻ എൻ്റെ അപ്പച്ചനോട് സംസാരിക്കും. ഏത് കാര്യം ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചാലും ദൈവം എനിക്ക് നൽകും. ഞാൻ ഓർക്കുകയാണ്, പല വിഷയങ്ങളും ഞാൻ ഇങ്ങനെ പല വിഷയങ്ങൾ ഓർത്ത് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഒന്ന് ലഭിക്കണമേ എന്ന് ഓർക്കുമ്പോൾ അതെനിക്ക് ലഭിക്കും. അങ്ങനെ ഞാൻ ഒരു എമർജൻസി റൂമിലാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു വിഷയം ഞാൻ പറയാം. ഞാൻ എമർജൻസി റൂമിൽ 29 വർഷം ചെയ്തു. ഇന്ന് 25 വർഷമൊക്കെ ആയപ്പം ഞാൻ ജനറൽ നേഴ്സിംഗ് ആയിരുന്നു. അന്ന് ഇവിടെ വന്ന് RN പാസ്സായാൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാം. അന്ന് BSN വേണമെന്നൊന്നുമില്ല. അപ്പോൾ 25 വർഷമൊക്കെ കഴിഞ്ഞപ്പം ഇവരെ ഹോസ്പിറ്റലുകാർ BSN നേഴ്സസിനെ എടുക്കത്തുള്ളൂ, എല്ലാവർക്കും BSN വേണമെന്നുള്ളതായ ഒരു ഞാനിങ്ങനെ കേട്ടു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് BSN ഇല്ലല്ലോ. എനിവേ ഞാൻ ഇത്ര നാൾ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എന്നെ വിടുകയായിരുന്നൊക്കെ എനിക്കറിയാം. എന്നാലും എനിക്കൊരു BSN എടുക്കണം. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ എൻ്റെ ജനറൽ നഴ്സിംഗിൻ്റെ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, ഇനി BSN എടുക്കാനൊക്കത്തില്ല. എനിവേ ഞാൻ ഓർത്തു, ഈ CEN എന്ന് പറയും, സർട്ടിഫൈഡ് എമർജൻസി നേഴ്സിങ്ങിൽ നമുക്ക് സർട്ടിഫിക്കേഷൻ എടുക്കാം. അത് വളരെ ക്രെഡിറ്റ് ആണ്. അത് പക്ഷെ പാസ്സാകാനൊക്കെ വലിയൊരു പ്രയാസമാണ്. എല്ലാവരും എക്സാം ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും അങ്ങനെ പാസ്സാകത്തില്ല. ഫ്യൂ ആൾക്കാർക്ക് അത് പാസ്സാകാനൊക്കത്തുള്ളൂ. അതും ഞാൻ വിചാരിച്ചു, ഞാൻ ഇതുവരെ എഴുതിയിട്ടൊന്നുമില്ല, കാരണം ഞാൻ എഴുതിയാൽ എനിക്ക് കിട്ടുകയില്ലെന്നുള്ളതാണ് എൻ്റെ വിചാരം. അങ്ങനെ കാരണം ഇംഗ്ലീഷ് 3 hourൻ്റെ എക്സാമാണ്. വളരെ ഡിഫിക്കൽട്ടാണ്. ഈ ലോകത്തുള്ള എല്ലാ രോഗങ്ങളെയും മെഡിസിനെ കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ എഫക്റ്റ് എല്ലാം അറിഞ്ഞിരിക്കണം. എമർജൻസി ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും അറിഞ്ഞിരിക്കണം. അത് ഇത്ര സമയത്തിനകം നമ്മൾ ആ എക്സാം തീർന്നിരിക്കണം. അപ്പം ഞാനൊരു മലയാളം മീഡിയം സ്കൂളിലാണല്ലോ മലബാറിൽ പഠിച്ചത്. പിന്നെ നേഴ്സിംഗ് പഠിച്ച് ഇങ്ങനെ പാടുന്നു വന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഓർത്തു, എനിക്കങ്ങനെ ഇംഗ്ലീഷൊന്നും ഇങ്ങനെ പഠിച്ചൊക്കെ എഴുതി പാസ്സാകുകയില്ല എന്നൊക്കെയുള്ള വിചാരമാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ചു, എനിക്ക് CEN എടുത്തെങ്കിൽ കൊള്ളായിരുന്നു ദൈവമേ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലിയിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മാനേജർ അവിടെ കടന്നു വരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, ഷേർലി CEN എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം ഒന്ന് ചിരിച്ചു, എന്നെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ള രീതിയിൽ. അന്നേരം മാനേജർ പറയാണ്, ഡോണ്ട് ഗീവ് മീ ദ സ്റ്റുപ്പിഡ് ലാഫ് സ്മൈൽ പറഞ്ഞേച്ചങ്ങ് പോയി. അപ്പം പിന്നെ അത് എന്നെ ഒത്തിരി അഫക്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ അത്ര സ്റ്റുപ്പിഡോ അങ്ങനെ കഴിവില്ലാത്തവളോ അല്ല. ഞാൻ ശ്രമിച്ചാൽ ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ ഭവനത്തിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് CEN എടുക്കണം. മാനേജർ എന്നെ ഞാൻ ചിരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞേച്ചു പോയി. അതെനിക്കൊരു വലിയ പ്രയാസമായി തീർന്നു. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചേച്ച് കിടന്നു. അന്ന് ഞാനൊരു സ്വപ്നം കാണുകയാണ്, ഞാൻ CEN പാസ്സാകുന്നു. എന്നെ കളിയാക്കി വെച്ച് പോയ ആ മാനേജർ ഒരു ഫ്ലവറുമായിട്ട് കടന്നു വരുന്നു. അങ്ങനെ ഞാൻ ഓർത്ത്, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. പിന്നെ ഞാനതങ്ങ് വിട്ട് കളഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം അതേ സ്വപ്നം ഞാൻ കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി, ദൈവം എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം പോലെ ഞാൻ CEN എടുക്കാൻ പോവുകയാണ്. അങ്ങനെ CEN എടുക്കണമെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾക്ക് കടന്നു പോകണം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. എന്നാലും ഞാൻ ഒരു ക്ലാസ്സിനും പോയില്ല. ഞാൻ അങ്ങ് രജിസ്റ്റർ ചെയ്തു, ഞാൻ CEN എടുക്കും, ദൈവം എന്നോട് കൂടെയുണ്ട്, ദൈവം എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ആ CEN എക്സാം രജിസ്റ്റർ ചെയ്തു. 4 മാസത്തിനുള്ളിൽ ഞാൻ CEN എഴുതി. അന്നേരം തന്നെ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായെന്ന്. CEN യു ആർ പാസ്ഡ്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ ഞാൻ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ CEN പാസ്സായെന്ന്. ആ മാനേജർ അവിടെ ഹോസ്പിറ്റലിൽ മുഴുവൻ ഓടി നടന്ന് പറയാണ്, ഷേർലി പാസ് CEN, ഷേർലി പാസ് CEN
എന്നും പറഞ്ഞുകൊണ്ട് മാഗസിനെല്ലാം അടിച്ച് എൻ്റെ പിക്ചറെല്ലാം അതിൽ വന്നു. അങ്ങനെ പിന്നെ ഞാൻ സ്വപ്നം കണ്ടതുപോലെ സാറ്റർഡേയിലാണ് ഞാൻ അടുത്ത് ജോലിക്ക് പോകുന്നത്. ഒരു ഫ്ലവറുമായിട്ട് കടന്നു വരുന്നു. എന്നെ എന്തുവാ സാറ്റർഡേയിൽ ഒരു ഫ്ലവറുമായിട്ട് ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ കടന്നു വന്ന് എന്നെ സ്വീകരിക്കാൻ, അങ്ങനെയൊക്കെ ദൈവം എന്നെ ഒരു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും ആഗ്രഹിച്ചാലും ദൈവം എനിക്ക് നൽകി തരുമായിരുന്നു. അങ്ങനെ ഞാൻ സന്തോഷമായി പോവുകയാണ്. അടുത്ത 10 വർഷം മുന്നോട്ട് പോയി. 2016 ഞാൻ ഇതേ ശബ്ദം കേൾക്കുകയാണ് പിന്നെയും, നിന്റെ ലിംബിനോട് ഈ കഴുത്തിൻ്റെ റൈറ്റ് സൈഡിൽ സോളനാണ് എന്ന് ഞാൻ കേൾക്കുകയാണ്. നീ പോയി ഡോക്ടറെ കാണണം, നിന്റെ കഴുത്ത് ലിംബിനോട് സോളനാണ് എന്ന് പറഞ്ഞ് എന്നെ അന്തരാത്മാവിൽ ഞാൻ ഓർത്ത് ഇതേ ശബ്ദമാണല്ലോ ഞാൻ എൻ്റെ ബ്രസ്റ്റിൻ്റെ കാര്യത്തിലും കേട്ടത്. എന്നാൽ പോയി ഒന്ന് ഡോക്ടറെ കാണാം എന്ന് വിചാരിച്ച് ഡോക്ടറുടെ അടുത്ത് പോകാനിടയായി. ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡോക്ടറെ ഒന്ന് ചെക്കപ്പ് ചെയ്ത് എൻ്റെ കഴുത്തിൽ ലിംബിനോട് സോളനാണ്. ഡോക്ടർ പറഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ, നിന്റെ കഴുത്തിൽ സ്വെല്ലിംഗ് ഒന്നും ഇല്ലല്ലോ, എനിവേ ഇയർ ഇൻഫെക്ഷൻ എല്ലാം ആയിരിക്കും എന്നും പറഞ്ഞ് ആൻറ്റിബയോട്ടിക് തന്നു വിട്ടു. പിന്നെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇനിയും നിനക്ക് പിന്നെയും അങ്ങനെ തോന്നുകയാണെങ്കിൽ നീ ENT ഡോക്ടർ, ഇയർ ആൻഡ് നോസ് ത്രോട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അവർ ചെവിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പിന്നെ ENT ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ കഴുത്ത് ലിംബിനോട് സോളനാണ്, ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. അവരും നോക്കിയിട്ട് പറഞ്ഞു, ഒരു സോളനൊന്നും അല്ലല്ലോ, ചെവിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഈ ചെവിയിലെ ഇൻഫെക്ഷൻ ഒന്നും ഇല്ല. എനിവേ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു സോണോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. സാധാരണ ENT ഡോക്ടർ ഒന്നും സോണോഗ്രാമിനൊന്നും ഇവിടെ ഡോക്ടർമാരൊന്നും അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ ആ ഡോക്ടർ എന്നെ സോണോഗ്രാമിന് വിട്ടു. അപ്പോൾ സോണോഗ്രാമിന് വിട്ടപ്പം സോണോഗ്രാം എടുത്തപ്പം എൻ്റെ ലെഫ്റ്റ് പാരോട്ടിഡ് ഗ്ലാൻഡ് ലെഫ്റ്റ് സൈഡിൽ ഡീപ്പായിട്ട് ഒരു ലീഷൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ലീഷൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു, നീ ഒരു ഹെഡ് ആൻഡ് നെക്ക് സർജനെ കാണ്, ഇത് ഫർദർ ചെക്കപ്പ് ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹെഡ് ആൻഡ് നെക്ക് സർജൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ പറഞ്ഞു, ഇത് വെറും സ്മോൾ ലീഷൻ, അപ്പോൾ അതും ഡീപ്പായിട്ട് ഒരു പരോട്ടിഡ് ഗ്ലാൻഡിൽ, എനിവേ നമുക്ക് ഒരു ബയോപ്സി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ബയോപ്സിക്ക് വിട്ടു. ബയോപ്സി വിട്ടിട്ട് എന്നെ റിസൾട്ടിനൊന്നും വിളിക്കുന്നില്ല, ഡോക്ടർമാരും ആരും വിളിക്കുന്നില്ല. സാധാരണ 7 ദിവസമൊക്കെ ആകുമ്പോൾ ബയോപ്സി റിപ്പോർട്ട് വരുന്നതാണ്. 2-3 ആഴ്ചയൊക്കെ പോയി, എന്നിട്ടും ആരും വിളിക്കുന്നില്ല. പിന്നെ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവമേ ഇത് എന്നോട് പറഞ്ഞതാണ്, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെല്ലാം പോയത്. ഇപ്പം ബയോപ്സിയുടെ റിപ്പോർട്ട് വിളിക്കുന്നുമില്ല, ആരും വിളിക്കുന്നുമില്ല, എന്നും അറിയത്തുമില്ല, ഞാൻ എന്ത് ചെയ്യും? പിന്നെ അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചേച്ച് കടന്നു. അന്നപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഡോക്ടറെ അടുത്ത് പോകുന്നു. അപ്പം ഡോക്ടർ പറയുന്നു, ഇത് ക്ലിയർ അല്ല, റിസൾട്ട് ക്ലിയർ അല്ല, സംതിങ് ഈസ് കൺഫ്യൂസ്ഡ് റിപ്പോർട്ട്, സംതിങ് ഈസ് അബ്നോർമൽ ദെയർ, എന്നാൽ അത്ര ക്ലിയറും അല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ദേഷ്യപ്പെട്ട്, പിന്നെ എന്തിനാണ് ഡോക്ടറെ ബയോപ്സി ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നതായിട്ട്. പിറ്റേ ദിവസം ഞാൻ തന്നെ ഈ സ്വപ്നം കണ്ടതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ തന്നെ വണ്ടിയെടുത്ത് ഞാൻ എൻ്റെ റിപ്പോർട്ട് അറിയാൻ പോവുകയാണെന്നും പറഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് ഓഫീസിൽ ചെന്നു. ഓഫീസിലോട്ട് ചെന്നപ്പം ഡോക്ടറില്ല. നേരെ റേഡിയോളജിയിലോട്ട് പോയി. റേഡിയോളജിയിലാണ് ഈ ബയോപ്സി ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് റിപ്പോർട്ട് അറിയണമെന്ന്. അവർ പറഞ്ഞ റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഡോക്ടർ അവിടെ ഇല്ല, എനിക്ക് ഇന്ന് റിപ്പോർട്ട് അറിയണം. അങ്ങനെ അവിടെ ഇരുന്നു. ബയോപ്സി ചെയ്ത ഡോക്ടറെ വിളിക്കെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞപ്പം ആ ഡോക്ടർ, എൻ്റെ ബയോപ്സി ചെയ്ത ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്, ദിസ് നോട്ട് ക്ലിയർ, ക്യാൻസർ ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, നീ എനിവേ ഡോക്ടറെ അടുത്ത് തിരിച്ചു പോയി അവരുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. പിന്നെ തിരിച്ച് ഡോക്ടറെ അടുത്ത് ഞാൻ പോയി.
അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് ഞാൻ വലിയ ട്യൂമറൊക്കെയാണ് റിമൂവ് ചെയ്യുന്നത്. നിന്റെ ഒരു സ്മോൾ ലീഷൻ, ദിസ് ഇസ് 98% ക്യാൻസർ അല്ലായിരിക്കാം, 2% ക്യാൻസർ ആയിരിക്കാം. എന്നാൽ ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് എന്നാണ് ചോദിക്കുന്നത്. നീ എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇത് ഇത്ര ഡീപ്പായിട്ടുള്ളതായ ആ പരോട്ടിലെ ഗ്ലാൻഡിലെ ഒരു ലീഷൻ നീ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അവന് മനസ്സിലാകുന്നില്ല. നമുക്കറിയാമോ, അഗ്നി ജ്വാലയ്ക്കുള്ള കണ്ണുള്ളവനെ ആണ് ഞാൻ സേവിക്കുന്നതെന്ന്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ, നീ അഗ്നി ജ്വാലയ്ക്കുള്ള കണ്ണുള്ളവനാണ്, നിന്റെ മുമ്പിൽ മറിഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം കണ്ടിരിക്കും. അത്രയ്ക്ക് തീക്ഷ്ണതയുള്ള കണ്ണാണ് എൻ്റെ ദൈവത്തിൻ്റെ. അത് ഇവർക്കത് മനസ്സിലാകത്തില്ലല്ലോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഓൺലി വൺ തിങ് യു ക്യാൻ സേ ദ ക്യാൻസർ ആണോ അല്ലയോ എന്ന്, ഈ സർജറി ചെയ്യണം. സർജറി ചെയ്തിട്ട് ഈ ലീഷൻ എടുത്ത് നോക്കണം, എന്നാലേ ക്യാൻസർ ആണോ അല്ലയോ എന്ന് അറിയത്തുള്ളൂ. കാരണം ഇതൊരു വെരി സ്മോൾ ലീഷൻ ആണ്. അങ്ങനെ ഡോക്ടർ പറയാനിടയായി തീർന്നു. അങ്ങനെ പിന്നെ സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ സർജറി ചെയ്താൽ നിന്റെ ഒരു സൈഡിലേക്ക് കൂടിപ്പോകും, നിന്റെ ഒരു കണ്ണ് തുറന്നിരിക്കും. കാരണം ഇത് സർജറി ചെയ്യുമ്പോൾ ഇത് ഒത്തിരി ഫേഷ്യൽ നെർവ് ഒക്കെ ഉണ്ട്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്താൽ നിന്റെ ഒരു സൈഡിലേക്ക് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിനക്ക് വേണമെങ്കിൽ ചെയ്യാം, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാനിടയായി തീർന്നു. ഞാൻ ഈ റിപ്പോർട്ട് അറിഞ്ഞേച്ച് ഞാൻ കാറിൽ കയറി മറ്റേ റേഡിയോളജിയിൽ നിന്ന് ഡോക്ടറുമായി സംസാരിച്ച് ഇങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് റിപ്പോർട്ടൊക്കെ ആണെന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ കയറി വീട്ടിൽ കടന്നു വന്നു. ഞാൻ ആ സോഫായിൽ ഇരിക്കുകയാണ്. എന്തോ ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആരോടും പറഞ്ഞില്ല ഞാൻ ഈ വിഷയം. എന്നാൽ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇളയ മകൾ പ്രിയങ്ക കടന്നു വന്നിട്ട് പറഞ്ഞു, മമ്മി എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെയൊക്കെയാണ്, മമ്മി ഒരു സ്വപ്നം കണ്ടു, അതുപോലെ തന്നെ ഡോക്ടറും പറയുന്നു എൻ്റെ പരോട്ടിഡ് ഗ്ലാൻഡിൽ ഇങ്ങനെ ക്യാൻസർ ആണോ അല്ലയോ ഒന്നും അറിയത്തില്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പം എൻ്റെ ഇളയ മകൾ പ്രിയങ്ക പറയുകയാണ്, മമ്മി ഫിലിപ്പീൻസ് 4:6. ഞാൻ ചോദിച്ചു, അതെന്തോ മകളെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ഞാൻ അങ്ങ് വളരെ ധൈര്യം എനിക്ക് വരുവാനുണ്ടായി. ഞാനങ്ങ് വളരെ ദൈവത്തെ സ്തുതിച്ചു. കാരണം ആ ദൈവവചനം എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് കരയാനല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. എന്നാൽ എൻ്റെ മകളിൽ കൂടി ആ വചനം കേട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ധൈര്യപ്പെടുവാനും ഇടയായി തീർന്നു. എൻ്റെ മോളോട് പറഞ്ഞു, മോള് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അങ്ങനെ അവള് വളരെ ആത്മശക്തിയോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ സമാധാനം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത്? എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ ശക്തനാണ്. ആ ദൈവമാണ് എന്നോട് കൂടെയുള്ളത് എന്നുള്ളതായ ഒരു ധൈര്യം ദൈവം എനിക്ക് നൽകി തരുവാൻ ഇടയായി തീർന്നു. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോകുവാനും അങ്ങനെയൊക്കെ ഡോക്ടറെ കണ്ട് ഞാൻ ഈ കൺസൾട്ട് ചെയ്യുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഡോക്ടർ പിന്നെ സർജറി വേണ്ട എന്നുള്ളതായ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു വേറൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി കടന്നു പോകുവാൻ. അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഇവിടെയുള്ള ഒരു ഫേമസ് സ്ലോൺ കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു ക്യാൻസർ സെൻ്റർ ഉണ്ട്. അവിടെ കടന്നുപോയി ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാ റിപ്പോർട്ടുമായിട്ടൊക്കെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇതിലും ഡിസ്കറേജ്മെൻ്റ് ആണ് എനിക്കുണ്ടായത്. ഡോക്ടർ പറഞ്ഞത്, എൻ്റെ ലെഫ്റ്റ് സൈഡിലെ വലിയ സ്കാർ ടിഷ്യൂ, ഇത് സർജറി ചെയ്താൽ പിന്നെ ഇത് വെരി സ്മോൾ ലീഷൻ, സർജറി ചെയ്താൽ നിൻ്റെ സൈഡ് കൂടി പോകും, ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കും, അങ്ങനെയുള്ളതായ സെയിം വിഷയങ്ങളാണ് ഡോക്ടറും പറഞ്ഞത്. ഇത് ക്യാൻസർ ഒന്നും ആയിരിക്കത്തില്ല എന്ന് തീർച്ചയായും പറഞ്ഞവർ.
പിന്നെ ക്യാൻസർ ആണോ എന്നറിയാൻ സർജറി ചെയ്തെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അത് സർജറി വരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ സർജറി വേണ്ട എന്നുള്ള തീരുമാനത്തിൽ. അവരെല്ലാം പറഞ്ഞത് ക്യാൻസർ ആയിരിക്കത്തില്ലെന്നല്ലേ. എൻ്റെ ഹസ്ബൻഡിനും സന്തോഷമായിരുന്നു, തന്നെ സർജറി ചെയ്യണ്ടല്ലോ. അങ്ങനെ ഇരുന്ന് സർജറി ചെയ്യണ്ട എന്നുള്ള വിഷയത്തിൽ 6 മാസം മുമ്പോട്ട് കടന്നുപോയി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഒരു ദർശനം എൻ്റെ മുമ്പിൽ കാണുവാൻ ഇടയായി തീർന്നു. ആ ക്രൂശിൽ യേശുവിൻ്റെ മുഖം, വിരൂപമായ ആ മുഖം എൻ്റെ മുമ്പിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ യേശുവിൻ്റെ ആ വിരൂപമായ മുഖം കണ്ടത് എനിക്കിപ്പം ഡിസ്ക്രൈബ് ചെയ്യാനൊക്കത്തില്ല. അതുപോലെ വിരൂപമായ ക്രൂശിൽ കിടന്നതായ മുഖം എനിക്ക് കാണുവാനിടയായി തീർന്നു. പിന്നെ ഞാൻ ഒരു പിന്നെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞു, ദൈവമേ, നിന്റെ മുഖം എനിക്ക് വേണ്ടി ഇത്രയും വിരൂപമായെങ്കിൽ എൻ്റെ മുഖം വിരൂപമാകത്തില്ല. എൻ്റെ മുഖം വിരൂപമായെങ്കിൽ അങ്ങ് വിരൂപമാകട്ടെ. എൻ്റെ ഡോക്ടർമാരെല്ലാം അങ്ങനെയാണല്ലോ പറയുന്നത്, സർജറി ചെയ്താൽ എൻ്റെ മുഖം വിരൂപമാകുമെന്ന്. എന്നാൽ എൻ്റെ മുഖം വിരൂപമായെങ്കിൽ വിരൂപമാകട്ടെ എന്നുള്ളതായ ഒരു തീരുമാനത്തോടെ ഞാൻ എടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പിന്നെയും കടന്നുപോയി. ഞാൻ സർജറി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പിന്നെയും കടന്നു ചെന്നപ്പം ഡോക്ടർ പിന്നെയും ചോദിക്കുകയാണ്, ഓ യു കം ബാക്ക് അഗെയിൻ, നീ പിന്നെയും വന്നോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ് എന്ന് മാത്രമാണ് ഡോക്ടർ ചോദിക്കുന്നത്. എന്നെ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞു, ഡോക്ടർ, ഞാൻ സർജറി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ സർജറി ഡേറ്റ് തീരുമാനിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ്, ഷേർലി, നിന്റെ സർജറി ക്യാൻസൽ ചെയ്യുകയാണെന്ന്. ഞാൻ പറഞ്ഞു, ഡോക്ടർ, യു ആർ നോട്ട് ക്യാൻസലിങ് മൈ സർജറി. ഞാൻ അവധിയൊക്കെ എടുത്ത് ഞാൻ സർജറി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാൻ വരികയാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കടന്നു പോയി എന്നെ OR-ലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഡോക്ടർ കൊണ്ടുപോകുമ്പോഴും ഡോക്ടർ പറയുന്നത്, ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മാതിരി കളിയാക്കിക്കൊണ്ടാണ് എൻ്റെ OR-ലോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ കടന്നുപോയി സർജറിയൊക്കെ ചെയ്തു. എന്നാൽ ആ സർജറി ചെയ്തപ്പം ഡോക്ടർ സർപ്രൈസ് ആയിപ്പോയി. ഇത് ഈ ലീഷൻ എൻ്റെ നെർവേൽ, ഒരു മെയിൻ ഫേഷ്യൽ നെർവേൽ ഇരിക്കുകയായിരുന്നു. ഒരു വിധത്തിലും അവർക്ക് അത് സ്ക്രൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അത് നെർവ് കട്ട് ചെയ്ത് അതെടുത്തിട്ട് നോക്കിയപ്പോൾ അത് ക്യാൻസർ ആയിരുന്നു. ഓ ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവം കാണിച്ചു തന്നത്, ദൈവം ആരെയും ചുമ്മാ കാണിച്ചു തരത്തില്ല. അത് ഡോക്ടർ വെളിയിൽ ഹസ്ബൻഡിനോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ വളരെ അത്ഭുതപ്പെടുന്നു, ഇത് ക്യാൻസറാണ്, എനിക്ക് നെർവ് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നെർവ് തമ്മിൽ കട്ട് ചെയ്തിട്ട് അത് തമ്മിൽ അറ്റാച്ച് ചെയ്തു, അതുകൊണ്ട് നമുക്ക് എനിക്കൊന്നും പറയാനൊക്കത്തില്ല, അവിടെ ഫേസ് എങ്ങനെയായിത്തീരുമെന്ന് എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവമാണ്, ദൈവത്തിൻ്റെ കരമാണ് എൻ്റെ സർജറി ചെയ്തതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ നെർവിൽ ഇരുന്നത് കൊണ്ട് എനിക്ക് റേഡിയേഷനിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് പിന്നെയും വന്നു. അവർ റേഡിയേഷൻ ചെയ്യുമ്പോൾ ഈ കഴുത്തിൻ്റെ ഇതൊരു സിമെൻറ്റും കൊണ്ടൊരു ഇതുണ്ടാക്കി കഴുത്തൊന്നും മൂവ് ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ പിൻ പോയിന്റിലാണ് അവർ റേഡിയേഷൻ തരുന്നത്. എവിടെയാണോ ആ ലീഷൻ ഇരുന്നത് അവിടെ പിൻ പോയിന്റ്, അവിടെയാണ് റേഡിയേഷൻ. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അവിടെ കിടക്കുമ്പോഴൊക്കെ ഞാൻ കരയും, എന്താ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റൊക്കെ എനിവേ ഫിനിഷ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പിന്നെ എൻ്റെ ഫേസ് മുഴുവൻ ബേൺ ചെയ്ത്, ത്രോട്ട് മുഴുവൻ ബേൺ ചെയ്തു. എനിക്ക് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല, വെള്ളം ഇങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ കുടിക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എൻ്റെ 20 പൗണ്ടെങ്കിലും കുറയുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 1 പൗണ്ട് പോലും എൻ്റെ കുറയാതെ വണ്ണം ദൈവം സൂക്ഷിച്ചു. അതുപോലെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുങ്ങളും എന്നെ എത്രയേറെ കരുതി എന്നെ ശുശ്രൂഷിച്ചു. അതുകൊണ്ടാണ്. എന്നാൽ ദൈവം അത്ഭുതകരമായി എന്നെ സൗഖ്യമാക്കി. എൻ്റെ ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണിന് ഒരു കുഴപ്പവും വന്നില്ല.
എൻ്റെ സൈഡ് കോടിപ്പോയില്ല. എന്നാൽ ചിരിക്കുമ്പോൾ ഒരു അല്പം ഇപ്പോഴും ഒരു പ്രയാസം, ഒരു ചെറിയൊരു അത് ദൈവം ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊരു പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഞാൻ ഈ പിന്നെ ഈ ഡോക്ടറിനോട് പറഞ്ഞ ഈ ഒരു ദിവസം ഇങ്ങനെ സർജറി ചെയ്താൽ കോടിപ്പോകുമെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ഈ എമർജൻസി റൂമിൽ ഗ്രീറ്ററായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ, ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ മുഖം കോടിപ്പോകുന്ന എന്ന് പറഞ്ഞതൊന്ന് കാണാൻ എങ്ങനെയായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഒരു പേഷ്യൻ്റ് ഇപ്പം കടന്നു വരണേ എന്ന് ഞാനിങ്ങനെ ഹൃദയത്തിൽ ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ഫ്യൂ മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് അതുപോലെ വന്നിട്ട് നിൽക്കുകയാണ്. ഒരു കണ്ണ് സിസ്റ്റർ എൻ്റെ സൈഡിലോട്ട് കോടിപ്പോയി. എൻ്റെ കണ്ണ് ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു പേഷ്യൻ്റ് വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അത് ഒക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഇങ്ങനെ ആയിരിക്കും എൻ്റെ മുഖവും ഇങ്ങനെ വിരൂപമായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച ഭാരപ്പെട്ട ദിവസങ്ങളുണ്ട്. എന്നാൽ ദൈവം അതിനൊന്നും ഇടവരുത്തിയില്ല. ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. ആമേൻ, സ്തോത്രം. അങ്ങനെ പാസ്റ്ററെ, അങ്ങനെ ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ നെക്കിന് ഒരു കാറ്റ് സ്കാൻ ചെയ്തു, എങ്ങനെയുണ്ടെന്നറിയാൻ. അപ്പോൾ അടുത്ത പ്രതികൂലം കടന്നു വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ നെക്കിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അവർ നെക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ വേണ്ടി കാറ്റ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ ഉണ്ടെന്ന് കാണുവാനിടയായി. അത് മെനിഞ്ചിയോമയാണ്. 3.5 സെൻറ്റിമീറ്റർ ടൈംസ് 3.5 സെൻറ്റിമീറ്റർ. അത് എൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്രെയിനിൽ ഇരിക്കുകയാണ് എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ അത് കേട്ടപ്പോൾ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. ഇനി എന്താണ് ദൈവമേ പ്രതികൂലം വരുന്നത്? എനിവേ, ഞാൻ ന്യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ഒരു ആർട്ടറിയൽ, എൻ്റെ ലെഫ്റ്റ് ബ്രെയിനിലുള്ള ഒരു ആർട്ടറിയൽ ഈ ട്യൂമർ ഇരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഈ ട്യൂമറിൽ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡ് പാരലൈസ് ആയി പോകും. അത് കാരണം നമുക്ക് ഇപ്പം ഒന്നും ചെയ്യണ്ട, ഒബ്സർവ് ചെയ്യാം. അഥവാ ഹെഡേക്ക് കൂടുവോ സീഷറോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 വർഷം ആ ട്യൂമർ എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് ഞാൻ നടന്നു. എന്നാൽ ഇതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. ഇങ്ങനെ ഒരു ട്യൂമർ ഉണ്ടെന്നുള്ളത് ദൈവത്തിൽ ആശ്രയിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെ 5 വർഷം കഴിഞ്ഞു. 5 വർഷം എവരി ഇയർ MRI ചെയ്യും. 6ാമത്തെ വർഷമായപ്പം ഈ സർജറി എൻ്റെ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു, ഇത് ആർട്ടറിയലോട്ട് പ്രസ് ചെയ്യുന്നുണ്ടെന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇപ്പം വേറെ തലവേദനയോ അങ്ങനെയുള്ള യാതൊരു പ്രയാസവും എനിക്കില്ല, അതുകൊണ്ട് ജസ്റ്റ് കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്. ഞാൻ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് എന്തുവേലും ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞ് പിന്നെ വീട്ടിൽ വിട്ടു. അങ്ങനെ ഒരു ദിവസം ജാനുവരി 17, 2022 എനിക്ക് ഒരു പ്രയാസം കടന്നു വരുന്നത്. അതിനു മുമ്പ് 21 ഡിസംബർ ലാസ്റ്റ് വീക്കിലൊക്കെ ആയപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി എന്നെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. ഏതെങ്കിലും ഒരു ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതെന്നോട് കൃത്യമായി സംസാരിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ. അതുപോലെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എന്നോട് തന്നെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു പാട്ട് ഞാനിങ്ങനെ എപ്പോഴും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് ഞാനിപ്പം പാടാൻ ആഗ്രഹിക്കുന്നു പാസ്റ്ററെ. 7 മടങ്ങു ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. 7 മടങ്ങു ചൂടായി വരും തോറും എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും 4മേലായവൻ എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും 4മേലായവൻ എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു.
നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. എന്റെ ദൈവം വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. ആമേൻ, സ്തോത്രം. ഈ പാട്ടുകൾ ഞാൻ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണം. ഇനി 7 മടങ്ങ് ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. ആമേൻ. ദാനിയേലിനെ 7 മടങ്ങ് ചൂടായി ആ തീയിലേക്ക് എറിഞ്ഞപ്പോൾ 4-മനായി ദൂതൻ കടന്നു വന്നവനെ വിടുവിച്ച ദൈവം. ആമേൻ, സ്തോത്രം. 6 കഷ്ടത്തിൽ നിന്നെ വിടുവിച്ചു, 7-മത്തിലും തിന്മ നിന്നെ തൊടുകയില്ലെന്ന് അരുളിച്ചവനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വചനത്തിൽ 365 ദിവസമാണ് ഒരു വർഷത്തിനുള്ളെങ്കിൽ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. 365 പ്രാവശ്യവും നമ്മളോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന്. അപ്പോൾ ഓരോ ദിവസവും നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നു, ഈ ഭയപ്പെടേണ്ട എന്ന്. അങ്ങനെ ആ തീയിൽ നീ വെന്തു പോകത്തില്ല. നിന്നെ 7 മടങ്ങ് ചൂട കത്തിക്കട്ടെ, അതിൽ വീണട്ടെ, എന്നാലും ദൈവം അവിടെ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു ധൈര്യം. അങ്ങനെ ഒരു ദിവസം മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20 തൊട്ട് 24 വരെ വായിക്കുകയാണ്. അവിടെ രാവിലെ കർത്താവും ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പം പത്രോസ് യേശുവിനോട് പറയുകയാണ്, യേശുവെ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ വാക്കുപോലെ സംഭവിക്കും. ഞാൻ പല പ്രാവശ്യം ഈ വചനം വായിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് വായിച്ചപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് എന്നെ വളരെ ആശ്വസിപ്പിക്കാൻ ഇടയായി തീർന്നു. ഞാൻ ഒത്തിരി ചിന്തിച്ച്, ദൈവമേ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, ദൈവത്തിന്റെ വിശ്വാസമുള്ളവരായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ നമ്മൾ കൽപ്പിക്കുമ്പോൾ ആ മല നമ്മൾ പറഞ്ഞ വാക്കുപോലെ സംഭവിക്കും. ഞാൻ പറഞ്ഞ വാക്കുപോലെ സംഭവിക്കും. അപ്പം എന്നോട് തന്നെ പറയുകയാണ്, എൻ്റെ തലയിലുള്ള ട്യൂമറിനോട് ഞാൻ കൽപ്പിക്കണം. ആ ട്യൂമറിനോട് ഞാൻ കൽപ്പിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ട്യൂമറിനോട് ഞാൻ പറയുന്നു, എൻ്റെ തലയിൽ നിന്ന് നീങ്ങിപ്പോക. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഒരു 3 ആഴ്ചയോളം പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പറയും, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തലയിലുള്ള ട്യൂമറിനോട് ഞാൻ കൽപ്പിക്കുന്നു, ട്യൂമറെ എൻ്റെ തലയിൽ നിന്ന് മാറിപ്പോവുക. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എവരിഡേ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ ട്യൂമർ മാറിപ്പോകുന്നത് എൻ്റെ വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പോവുകയാണ്. അങ്ങനെ ജനുവരി 16-ാം തീയതി ഒരു സൺഡേ ആണ്, 2022 ഒരു സൺഡേ. അത് കോവിഡ് ടൈമൊക്കെയാണ്. ചർച്ചുകളിൽ ആരും കടന്നു പോകുന്നില്ല, ചുരുക്കം ചിലർ കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടും ഗാനം കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം പാസ്റ്റർ വിൽസൺ വർക്കിയായിരുന്നു ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്ന പാസ്റ്റർ. ഇങ്ങനെ സങ്കീർത്തനം 15-ാം അധ്യായം വായിച്ചുകൊണ്ട് എക്സോർട്ടേഷൻ
ചെയ്യുന്നു. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവൻ, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുന്നവൻ. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ്. ആ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നിഷ്കളങ്കനായി നടക്കുന്ന. എൻ്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നിഷ്കളങ്കമാണോ എന്നൊക്കെ ഞാനിങ്ങനെ എന്നെ തന്നെ അങ്ങ് ശോധന ചെയ്യുകയാണ്. ദൈവത്തോട് പറഞ്ഞ്, ദൈവമേ, നിന്റെ സാന്നിധ്യം എനിക്ക് ഇവിടെ ഈ ഭവനത്തിലിരിക്കുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ദൈവമേ, എന്നെ മുറ്റുമായി താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ചേറിൽ നിന്ന് താഴെ മുട്ടുകുത്തി കൈ മേലോട്ട് കരയുവാനിടയായി തീർന്നു. ദൈവമേ, എനിക്ക് നിന്റെ സാന്നിധ്യം വേണം, എനിക്ക് നിന്റെ സാന്നിധ്യം വേണം. അങ്ങനെ കരഞ്ഞുകൊണ്ട് കുറേ നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് എൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ഹൂസ്റ്റൺ ചർച്ചിന്റെ ഞാൻ അത് ഓണാക്കി. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെട്ടുകൊണ്ടാണ്. അങ്ങനെ ഓണാക്കിയപ്പോൾ അവിടെ യൂത്ത് പാസ്റ്റർ ക്രിസ്റ്റഫർ പീറ്റർ എന്ന് പറയുന്ന ഒരു യൂത്ത് പാസ്റ്റർ അവിടെ സങ്കീർത്തനം 130 സങ്കീർത്തനം വായിച്ചുകൊണ്ട് എക്സോട്ടേഷൻ ചെയ്യുന്നു. അത്, യഹോവേ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എനിക്ക് എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ, ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ആമേൻ, സ്തോത്രം. ആഴത്തിൽ കിടന്ന് ആഴത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ദൈവഭക്തൻ വിളിക്കുകയാണ്, ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നാൽ എൻ്റെ അകൃത്യം എൻ്റെ ഹൃദയത്തിൽ കരുതിയിരുന്നുവെങ്കിൽ ദൈവം കേൾക്കയില്ലായിരുന്നു. ആമേൻ, സ്തോത്രം. ദൈവ സാന്നിധ്യം ആഴത്തിലാണെങ്കിലും നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ എങ്ങനെ കഴിയും? we need a humility and cry out to Lord. നമ്മൾ കരഞ്ഞു നിലവിളിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും ദൈവ സാന്നിധ്യം. നമ്മൾ അടുത്തായിരിക്കാം, അകലെ ആയിരിക്കാം, എവിടെ ആയിരിക്കാം, ആഴത്തിലായിരിക്കാം, ആരും നമ്മളോട് കൂടെ ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. എന്നാലും നമ്മളെ തന്നെ താഴ്ത്തി നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുവാനിടയായി തീരും. ആമേൻ, സ്തോത്രം. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവഭക്തൻ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ യോനായെ കുറിച്ച് വായിക്കുമ്പോൾ യോനായി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. ദൈവം അവന്റെ നിലവിളി കേട്ടു. യോന 2:3 വായിക്കുന്നു, നീ എന്നെ സമുദ്രമെത്തിയ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി. ആമേൻ, സ്തോത്രം. ആഴത്തിലായിരിക്കുമ്പോഴും അവന് നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിച്ചെന്ന് ആമേൻ മത്സ്യത്തിന്റെ വായിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളും നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ നിലവിളിക്കുന്ന അവസ്ഥയിൽ ആഴത്തിലാണോ എങ്കിലും ദൈവ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ അവിടെ അത് കേട്ടപ്പോഴും കരഞ്ഞു. ഞാൻ, ദൈവമേ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം അപ്പച്ചാ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ദിവസം മുഴുവൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പിറ്റേ ദിവസം ജാനുവരി 17-ാം തീയതി എൻ്റെ ഒരു ഈവനിങ് ആയപ്പോൾ എൻ്റെ ഇളയ മകൾ പ്രിയങ്ക എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഫേസ്, നെക്ക് എല്ലാം ട്വിച്ചിങ്. എനിക്കൊന്നും സംസാരിക്കാൻ ഒക്കത്തില്ല, ട്വിച്ചിങ് ആയിപ്പോയി. മമ്മി മമ്മി എന്ന് അവൾ വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും സംസാരിക്കാൻ ഒക്കുന്നില്ല. ഞാൻ പോയി സ്വഭാവം കടന്നു. അവർ ആംബുലൻസിനെ വിളിച്ചു. ആംബുലൻസ് വന്നു. അങ്ങനെ എന്നെ അവർ വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഇച്ചിരി വീക്ക്നെസ് ഉണ്ട്. അവർ സ്ട്രോക്ക് കോഡ് വിളിച്ച് എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേക്ക് എല്ലാവരും എന്നെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഫ്യൂ മിനിറ്റ് കൊണ്ട് കാറ്റ് സ്കാൻ ചെയ്തു. അങ്ങനെ കാറ്റ് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഈ ബ്രെയിൻ ട്യൂമറിൽ നിന്ന് ബ്ലീഡ് ചെയ്ത് ബ്രെയിനിലേക്ക് പോയിരിക്കുകയാണ്. ബ്രെയിനിലേക്ക് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് സീഷറാണ് വന്നതെന്ന് പറയുവാനിടയായി തീർന്നു. ഡോക്ടർ വന്നു. എനിക്ക് സർജറി ചെയ്തേ ഇനി മതിയാകുകയുള്ളൂ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അങ്ങനെ സർജറിക്ക് വേണ്ടിയെല്ലാം തീരുമാനിച്ചു.
അങ്ങനെ സർജറി 2 ദിവസമായിട്ടാണ് ചെയ്തത്. ഒന്നാമത്തെ ദിവസം എന്നെ OR കൊണ്ടുപോയി ഈ ആർട്ടറി എല്ലാം കെട്ടി. അവിടെ ബ്ലീഡ് ചെയ്യുന്ന ആർട്ടറി എല്ലാം കെട്ടി. പിറ്റേ ദിവസം എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ല, OR കൊണ്ടുപോവുകയാണ്. അവര് ക്രേനിയോട്ടമി ചെയ്താണ് സർജറി ചെയ്യുന്നത്. ക്രേനിയോട്ടമി എന്ന് പറഞ്ഞാൽ എൻ്റെ തലയോടി എടുത്തു വെച്ച് തുറന്ന് എൻ്റെ ബ്രെയിൻ ട്യൂമർ എടുത്തു മാറ്റുകയാണ്. ഒരു 5-6 മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സർജറിയാണ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ സർജറിക്ക് കടന്നു പോകുന്ന തലേ ദിവസം എൻ്റെ റൂമിലൊരു പേഷ്യൻ്റ് കിടക്കുന്നു. അവർ എന്നെ പറഞ്ഞു എൻ്റെ ബ്രെയിനിൽ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു, അത് ക്ലോട്ട് റിമൂവ് ചെയ്തതാണ്. അവിടെ തലയെല്ലാം ഷേവ് ചെയ്ത് ബാൻഡേജൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു അവരെ ബ്രെയിൻ ക്ലോട്ട് റിമൂവ് ചെയ്തതാണ്. എന്നാൽ എൻ്റെ മനസ്സിൽ കൂടെ എൻ്റെ തലമുടി ഷേവ് ചെയ്യുമെന്നോ ഒന്നും ഒരു വിചാരവും ചിന്തയൊന്നും എൻ്റെ ഇട്ടില്ല. അങ്ങനെ ഒരിക്കലും എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു സമാധാനമായിരുന്നു. എന്തെന്നില്ലാത്ത ഒരു സമാധാനം എന്നെ അങ്ങ് ഭരിക്കുക. ആ ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന ആ ദൈവ സമാധാനം ഞാൻ അനുഭവിച്ചത് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ. എന്നാൽ ഈ സർജറിയൊക്കെ ചെയ്താൽ സാധാരണ ഞങ്ങളുടെ ഹെയർ എല്ലാം ഷേവ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നാൽ സർജറിയൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ എൻ്റെ തലമുടിയെല്ലാം പിന്നി ഇട്ടിരിക്കുന്നു എന്ന അവസ്ഥയാണ് കണ്ടത്. എൻ്റെ ഒരു തലമുടി പോലും പൊഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചില്ല. എന്നാൽ സർജറി കഴിഞ്ഞപ്പോൾ എൻ്റെ റൈറ്റ് സൈഡ് പാരലൈസ് ആയിപ്പോയി. ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ കാലനക്കത്തില്ല, കൈയഴക്കത്തില്ല, എൻ്റെ സ്പീച്ച് എനിക്ക് സംസാരിക്കത്തില്ല. അങ്ങനെ ഞാൻ ന്യൂറോ ICU കിടക്കുകയാണ്. ന്യൂറോ ICU കിടക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മൾ സങ്കീർത്തനം 23 പറയുന്നത് പോലെ കൂരിരുൾ താഴെയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആ കൂരിരുളിൻ്റെ അവസ്ഥയാണ് എനിക്ക് അന്നേരം അനുഭവപ്പെട്ടത്. എന്ന് വെച്ചാൽ എനിക്ക് കണ്ണ് തുറക്കാൻ വയ്യ, ലൈറ്റ് കാണാൻ വയ്യ, എനിക്കത് എല്ലാ കാണുന്നതെല്ലാം ഇറിറ്റേഷനാണ്. കാരണം ബ്രെയിനല്ലേ സർജറി ചെയ്തത്. അങ്ങനെ നമ്മുടെ ആ കൂരിരുളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മുടെ കണ്ണ് കാണത്തില്ലാത്ത അവസ്ഥയല്ലേ, കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നത്. എന്നാൽ ദൈവം നല്ല ഇടയൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം എൻ്റെ ചെവി തുറന്ന് ദൈവം തന്നു. ആ വചനം ഞാൻ എൻ്റെ ചെവിയിലേക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആ കുരുടനെ സൗഖ്യമാക്കിയ കാര്യം ഇനി ഞാൻ ശബ്ദം കേട്ടത്, യഹോവ റാഫ, ഞാൻ നിന്റെ സൗഖ്യദായകനാകുന്നു, നിന്നിൽ നിന്ന് സൗഖ്യം ഒഴുകുന്നു, ഇങ്ങനെയുള്ളതായ പിന്നെ ഞാൻ ഒരു പാട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുകയാണ്. ഞാനൊക്കെ കേട്ടിട്ടുള്ള പാട്ടാണ്. പക്ഷേ ആ ന്യൂറോ ICUലായിരുന്നപ്പം ഈ ഒരു 2-3 ചാൻസും കൂടെ പാടുവാൻ, 2-3 ലൈനും കൂടെ പാടുവാൻ ആഗ്രഹിക്കുന്നു ഫാസ്റ്ററെ. ആ പാട്ട് എനിക്ക് എന്തെന്നില്ലാത്ത സമാധാനം എൻ്റെ ചെവിയിലോട്ട് ആ പാട്ട് പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ നയിക്കാം നിൻ പിന്നാലെ, എന്നെ മറയ്ക്കാ സ്നേഹക്കൊടി കീഴിൽ, എൻ്റെ രാത്രിയിലും ഞാൻ പാടിടട്ടെ ഈ സ്നേഹബന്ധം ലോകമറിഞ്ഞിടട്ടെ. എന്നെ നയിക്കാം നിൻ പിന്നാലെ, എന്നെ മറയ്ക്കാം സ്നേഹക്കൊടി കീഴിൽ, എൻ്റെ രാത്രിയിലും ഞാൻ പാടിടട്ടെ ഈ സ്നേഹബന്ധം ലോകമറിഞ്ഞിടട്ടെ. പുത്രനെ ചുംബിക്കാം, യേശുവേ സ്നേഹിക്കാം, പുത്രനെ ചുംബിക്കാം, കുഞ്ഞാടി ആരാധിക്കാം, പുത്രനെ
ചുംബിക്കാം. യേശുവേ സ്നേഹിക്കാം. പാട്ടുകൾ ഒരു ലൈനുകളുണ്ട് ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ചെവിയിൽ. എന്നൊന്നില്ലാത്ത ഒരു സമാധാനം ഞാൻ അവിടെ അനുഭവിപ്പാനിടയായി തീർന്നു. ദൈവത്തിന്റെ വചനങ്ങളൊക്കെ ആ കേട്ട വചനങ്ങൾ, അതിനു മുമ്പ് കേട്ട വചനങ്ങളൊക്കെയാണ് എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ കിടക്കുമ്പോൾ പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നെ കാണുവാൻ വരുന്നു. ഞാൻ എൻ്റെ ഒരു സൈഡ് തളർന്നു കിടക്കുന്നു. നമുക്കറിയാമല്ലോ പുള്ളിയുടെ അവസ്ഥ. അങ്ങനെ വളരെ നിരാശയോടെ എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ഏച്ചായ, ഏച്ചാൻ്റെ കൈ എൻ്റെ കാലെ വെച്ച് പാസ്റ്റർ ക്രിസ്റ്റഫർ പീറ്ററിനെ, ഞാൻ ഹൂസ്റ്റണിലെ പാസ്റ്ററുടെ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ആ കർത്തൃദാസിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അപ്പം ഏച്ചാൻ്റെ കൈ എൻ്റെ കാലെ വെക്ക് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് വേഗം പാസ്റ്ററെ വിളിച്ചു. അങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ആദ്യം എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമതും പ്രാർത്ഥിച്ചപ്പോഴേക്ക് പെട്ടെന്നൊരു ശക്തി എൻ്റെ കാലിൻ്റെ മേൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ തെറിച്ചു പോകുന്ന അനുഭവമായിരുന്നു. അങ്ങനെ അപ്പം എൻ്റെ കാലിൻ്റെ വിരൽ എനിക്ക് അനക്കാം. അങ്ങനെ ഒരു അത്യന്ത ശക്തി എനിക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ. അങ്ങനെ അന്ന് പിന്നെ എന്നെ പെട്ടെന്ന് പിറ്റേ ദിവസം എന്നെ ന്യൂറോ ICUവിൽ നിന്ന് മാറ്റി. അങ്ങനെ അവിടെ റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ അടുത്തൊരു ഇതുപോലെ സർജറി ചെയ്ത പേഷ്യൻ്റ് കിടക്കുന്നു. അവർക്ക് കോവിഡ് വന്ന് മരിച്ചു പോകുവാനിടയായി തീർന്നു. അങ്ങനെ അവർ പറഞ്ഞു, നീ കോവിഡ് എക്സ്പോസ് ചെയ്തു, അതുകൊണ്ട് നിന്നെ ഐസൊലേഷനിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് മാറ്റി. അവിടെ റൂമിൽ ഞാനെങ്കിൽ സന്തോഷമായി. ഒന്നും ആരുടെ ഒച്ചയൊന്നും കേൾക്കട്ടല്ലോ, എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് അവിടെ കിടക്കാമല്ലോ. അങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് രാത്രിയിൽ റൂമിൽ ഭയങ്കര തണുപ്പാണ്. ഇത് ഐസൊലേഷൻ റൂം ആയതുകൊണ്ട്. അങ്ങനെ കിടക്കുമ്പോഴൊരു രാത്രിയിൽ ഒരു വെള്ള വസ്ത്രധാരിയായിട്ട് ഒരു മനുഷ്യൻ, എൻ്റെ ഒരു ചെറുപ്പക്കാരനാണ്, എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു, എന്നോട് സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചു, നീ ആരാണ്, എന്തിനു വന്നതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ അമ്മ ഇവിടെ സ്ട്രോക്കായിട്ട് കിടക്കുന്നു, ഒരു സൈഡ് പാരലൈസ് ആയിട്ട്, അതിന് അമ്മയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇത്ര രാത്രിയായില്ലേ, നീ അമ്മയൊക്കെ കണ്ടില്ലേ, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരം എൻ്റെ അടുത്ത് നിന്നു. പോയി കഴിഞ്ഞപ്പോൾ നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ പോയേക്കാന്നും പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് നിന്ന് പോയി. ഞാൻ ആ സ്വപ്നം കാണുന്നതാണ്, എൻ്റെ ദർശനത്തിൽ കാണുന്നതാണ്. അപ്പം രാവിലെ എണീറ്റപ്പോൾ ഞാൻ എന്താണ് കാഴ്ച കണ്ടത്? ദൂതനായിരിക്കും. ദൈവത്തിൻ്റെ ദൂതനല്ലാതെ ആരാണ് എൻ്റെ അടുത്ത് വരുന്നത്? അങ്ങനെ ദൂതനെ ഞാൻ ഈ പിറ്റേ ദിവസവും ദൂതൻ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറയാം എന്നൊക്കെ വിചാരിച്ച് അടുത്ത നൈറ്റിലും അതുപോലെ എനിക്ക് ഭയങ്കര ഈ ദൂതനെ വിട്ട് പോയ ഉടനെ ഞാൻ തണുത്ത് വിറച്ച് കിടക്കുകയാണ്. എന്നാൽ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. അപ്പം ഞാൻ നേഴ്സുമാരെ വിളിച്ചിട്ട് അവർ റൂമായി അടച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ മോള് അടുത്ത വാർഡിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവളെ വേഗം ഫോണ് നിക്കി, അവള് വന്നു. അവരെ എല്ലാവരും എന്നെ ദേഹത്ത് മുഴുവൻ ഹീറ്റ് പാടുകളൊക്കെ വെച്ച് എന്നെ കംഫർട്ട് ചെയ്യാനിടയായി തീർന്നു. പിറ്റേ ദിവസം ഇതേ ദിവസം രാത്രിയിൽ ഇതുപോലെ തണുപ്പ് വരികയാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് എന്നെ കംഫർട്ട് ചെയ്ത് ഞാൻ പല കാര്യങ്ങൾ സംസാരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 3-ാം ദിവസമായി ഞാൻ സന്ധ്യയൊക്കെ ആയപ്പോൾ ഞാൻ ഛർദ്ദിക്കുകയാണ്. എൻ്റെ സോഡിയം ലെവലെല്ലാം കുറഞ്ഞു. അങ്ങനെ സോഡിയം തരുന്നു, ഞാൻ ഛർദ്ദിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ സിസ്റ്ററിൻലോ, ഫിലദൽഫിയയിലുള്ളതായ സിസ്റ്ററിൻലോ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മണിമാമയെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേവദാസി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കിടന്നുറങ്ങി. അതുപോലെ തന്നെ ഒരാൾ കടന്നു വന്നിട്ട് എൻ്റെ തല മുഴുവൻ, തല തൊട്ട് കാല് വരെയും നിൽക്കുകയാണ്. തലയെല്ലാം അങ്ങ് പിടിച്ചങ്ങ് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ ആരാണ്, നീ എന്തോ ചെയ്യുവാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ പണിയുകയാണ്, നീ ആരാണ് വിട്ടോന്ന് ചോദിച്ചവൻ പറഞ്ഞു, അമ്മണിമാമയാണ് എന്നെ വിട്ടോന്ന് പറഞ്ഞു. പ്രാർത്ഥനയിൽ കൂടെ ദൈവദൂതൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്നാ എന്നെ പണിയുവാണെങ്കിൽ എന്നെ പണിതോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നെ തന്നെ സബ്മിറ്റ് ചെയ്ത് മനുഷ്യൻ്റെ നെക്കി കാല് തൊട്ട് തല വരെ നിൽക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ വ്യക്തി കടന്നുപോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈക്ക് അനക്കാൻ ശക്തിയുണ്ട്.
ഇതെന്തോ പറ്റി, എൻ്റെ കൈ അനങ്ങുന്നുണ്ടല്ലോ, ആ ദൈവമേ, എൻ്റെ കൈക്ക് സൗഖ്യം വന്നു. ഞാൻ പെട്ടെന്ന് പാട്ട് കൈ പൊട്ടി പാടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ആരാധിച്ചു. അന്നത്തേക്ക് നേഴ്സുമാരൊക്കെ ഓടി വന്നു, അറിയോ ഓക്കെ, അറിയോ ഓക്കെ. ഞാൻ പറഞ്ഞു ഐ ആം ഓക്കെ. കാരണം എന്നെ എനിക്ക് റൈറ്റ് സൈഡ് കൈ കൊണ്ടൊന്നും എടുത്തു കഴിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും എടുത്ത് വീൽ ചെയർ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി ആരെങ്കിലും പല്ല് തേപ്പിച്ച് തരണം. അങ്ങനെയുള്ള അവസ്ഥകളാണ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയാസം മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഞാൻ അന്ന് തുടങ്ങി. ഞാൻ പിറ്റേ ദിവസം നേഴ്സുമാർ കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പല്ല് തേക്കാൻ ഞാൻ ഐ വിൽ ഡു മൈസെൽഫ്. അങ്ങനെ ഭക്ഷണം കഴിക്കാം. അങ്ങനെ വളരെ സന്തോഷമായി. പിന്നെ അവിടെ എന്നെ കാണാൻ വരുന്നവരോടൊക്കെ പാസ്റ്റർ വിൽസൺ വർക്കിയൊക്കെ കടന്നു വന്നപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എൻ്റെ കാലെ കൈ വെച്ച് പ്രാർത്ഥിക്കണം. പെന്തക്കോസ്തുകാർ ആര് നേഴ്സുമാരും വന്നാലും എൻ്റെ കാലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ റീഹാബിലേക്ക് മാറ്റുവാനിടയായി തീർന്നു. അവിടുന്ന് തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. ആംബുലൻസിൽ PT, ഫിസിക്കൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി ആൻഡ് OT, ഓക്കുപേഷണൽ തെറാപ്പി, എനിക്ക് ഇത് 3 തെറാപ്പിയും വേണം. കാരണം എനിക്ക് അവർ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ക്ലോക്കിൻ്റെ ടൈം കാണിച്ചിട്ട് എനിക്ക് ക്ലോക്കിൻ്റെ ടൈം അറിയത്തില്ല പറയാൻ. അത്രയ്ക്ക് വീക്കായിരുന്നു. എന്നാൽ അങ്ങനെ ഫിസിക്കൽ തെറാപ്പിസ്റ്റ് വന്നു എന്നെ തെറാപ്പി ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അപ്പോൾ തെറാപ്പിസ്റ്റ് പറഞ്ഞു, നിനക്ക് 1 മാസമെങ്കിലും ഈ ഫിസിക്കൽ തെറാപ്പി ചെയ്യേണ്ട വരുമെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, നിനക്ക് വീട്ടിൽ പോയാലും നീ ബ്രേസസ് ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ. നിന്റെ കാലിന് ബ്രേസസ് അവർ ഉണ്ടാക്കും, നമ്മളെ മെഷർമെൻ്റ് എടുത്തിട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ബ്രേസസ് ഇട്ടുകൊണ്ടൊന്നുമല്ല, ഞാൻ നടന്ന് തന്നെ വീട്ടിൽ പോകും. കാരണം ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടതാണ്, യഹോവ റാഫ, അവൻ നിന്റെ സൗഖ്യദായകനാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എന്നെ സൗഖ്യമാക്കാൻ തുടങ്ങിയെന്ന് എൻ്റെ ആ വിരൽ അനക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. എൻ്റെ കൈക്ക് സൗഖ്യം വന്നു. ഞാൻ പൂർണ്ണമായിട്ട് ഇവിടുന്ന് എണീറ്റ് നടക്കുമെന്നുള്ളതായ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അനേക ജീവിതങ്ങൾ, അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞു. എൻ്റെ വിവരം അറിഞ്ഞത് എൻ്റെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ സ്പെഷ്യൽ പ്രെയർ, പിന്നെ പ്രെയർ ലൈനുകൾ സ്പെഷ്യൽ പ്രെയർ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവം തള്ളിക്കളയുമോ? അങ്ങനെ ആ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ബ്രേസസ് ഇട്ടുകൊണ്ടല്ല ഞാൻ പോകുന്നത്, ഞാൻ നടന്നു പോകുമെന്ന് പറഞ്ഞു. തെറാപ്പിസ്റ്റ് പറഞ്ഞു, പ്രെയർ വർക്ക്സ് യു നോ എന്ന് പറയുവാനിടയായി തീർന്നു. എനിവേ, മറ്റേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ബ്രേസസ് ഇടാൻ വേണ്ടി, ബ്രേസസ് ഉണ്ടാക്കാൻ എൻ്റെ മെഷർമെൻറ്റ് വേണ്ടി ഒരാൾ വന്നു. വന്നപ്പോൾ എൻ്റെ ആങ്കിള് മൂവ് ചെയ്യുന്നു. ഇവിടെ ആങ്കിളൊക്കെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, ഒക്കെ ബ്രേസസ് വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല എനിക്ക് ബ്രേസസ് വേണ്ട, ഞാൻ നടന്നേ വീട്ടിൽ പോകത്തുള്ളൂ എന്ന്. പിറ്റേ ദിവസം ഞാൻ എണീറ്റ് നടക്കുവാൻ തുടങ്ങി. PT തെറാപ്പിസ്റ്റിന് ഭയങ്കര അത്ഭുതം, എല്ലാവർക്കും അത്ഭുതം. അവർ പറഞ്ഞു, ഞാൻ 17 വർഷമായി ഒരു തെറാപ്പിസ്റ്റായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഞാൻ ഇതുപോലൊരു അത്ഭുതം കണ്ടിട്ടില്ലെന്ന് പറയാനിടയായി തീർന്നു. ഞാൻ എണീറ്റ് നടന്നു. പിറ്റേ 2 ആഴ്ച, അവർ 1 മാസം എങ്കിലും വേണമെന്ന് പറഞ്ഞെടുത്ത് 2 ആഴ്ച തികച്ചില്ല. അതിനു മുമ്പ് ഞാൻ എണീറ്റ് നടക്കുവാൻ തുടങ്ങി. വളരെ ഇവിടുന്ന് പോലെയല്ല, വളരെ ശക്തിയോടെ, വളരെ ആരോഗ്യത്തോടെ ഞാൻ നടന്ന് ഇവിടെ വരുവാനിടയായി തീർന്നു. വന്ന ദിവസം മുതൽ ഇവിടെ കിച്ചണിൽ വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് വരെയും ഇന്ന് ആരോഗ്യത്തോടെ നടക്കുന്നു. ഞാൻ എല്ലാ വർഷവും അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, 3 മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ MRI കൂടെ ചെയ്യണം, നിനക്ക് റേഡിയേഷൻ വേണോ വേണ്ടയോ എന്ന് അന്നേരമാണ് തീരുമാനിക്കുന്നത്. കാരണം എൻ്റെ ആർട്ടറിയലാണല്ലോ ഈ ട്യൂമർ ഇരുന്നത്. അതുകൊണ്ട് അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് നീക്കം ചെയ്യുവാൻ ഒത്തിട്ടില്ല. കാരണം അത് ആർട്ടറിയെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും അവർ MRI ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ ഒന്നും കാണുന്നില്ല എന്ന്. ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് പോകുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അതാണ്
എൻ്റെ സാക്ഷ്യം അത്ഭുത വിടുതൽ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. പിന്നെ എനിക്ക് പല വേറെ രോഗങ്ങൾ വന്നിട്ടുണ്ട് ഫസ്റ്റ്. എന്നാൽ എൻ്റെ മെയിനായിട്ടുള്ള രോഗങ്ങളുടെ സൗഖ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വയറ്റിലൊരു പ്രാവശ്യം ആബ്സസ് വന്നു. അത് ജോലിയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്. എന്നാൽ എന്നെ അറിയാത്ത ഒരു സഹോദരി എന്നെ ഇന്ത്യയിൽ നിന്ന് വിളിച്ച് എന്നോട് ചോദിക്കുകയാണ്, ഡു യു നീഡ് പ്രയർ? ഞാൻ പറഞ്ഞു എൻ്റെ വയറ്റിന് വേദനയുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നുടനെ എന്നെ ഡോക്ടർ വിളിക്കുവാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ബ്രസ്റ്റ് സർജൻ എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ. എന്നാൽ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ബ്രസ്റ്റ് സർജറി ചെയ്ത ആ ഡോക്ടർ എമർജൻസി റൂമിൽ ഉണ്ട്, നീ ഇപ്പം കടന്നു പോകണമെന്ന്. ഞാൻ തക്ക സമയത്ത് ചെന്നതുകൊണ്ട് ആ അബ്സസ് പേസ്റ്റ് ആകേണ്ടതായിരുന്നു. എന്നാൽ തക്ക സമയത്ത് ചെന്നതുകൊണ്ട് ആ വയറിൻ്റെ പ്രയാസത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ ദൈവം ഇടയാക്കി. അവർ സർജറി ചെയ്തപ്പോൾ പറഞ്ഞു, MRSA എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. അത് ബേസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ശരീരം മുഴുവൻ സെപ്സിസ് ആയി പോകാമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. അതുപോലെ എനിക്ക് സോറിയാസിസ് ആർത്രൈറ്റിസ് എന്നുള്ള രോഗമുണ്ടായിരുന്നു. ആർത്രൈറ്റിസ് ആമവാദം പോലെ ഒരു രോഗമാണ്. എന്നാൽ അതിനുള്ള മെഡിക്കേഷനൊക്കെ, ക്യാൻസർ ഉണ്ടാക്കുന്ന മെഡിക്കേഷൻ മെത്തട്രക്സിൻ എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ റിസ്റ്റൊക്കെ സ്വോളനായിട്ടിരിക്കും, എൻ്റെ ആരാധിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കൈ കൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടതാണ്, എൻ്റെ കയ്യെ സൗഖ്യമാക്കണം എന്ന് പ്രാർത്ഥിച്ചു. ദൈവം പൂർണ്ണമായ ഒരു സൗഖ്യം ആർത്രൈറ്റിസിനും എനിക്ക് ദൈവം നൽകി തന്നു. അങ്ങനെ അനേക വിഷയങ്ങളിൽ ദൈവം എനിക്ക് പിന്നെയും സൗഖ്യം തന്നിട്ടുണ്ട്. ആമേൻ. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. അഗ്നിജ്വാലയ്ക്കുള്ള കണ്ണുള്ളവൻ്റെ മുമ്പിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതം ഒന്നും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. എനിക്ക് ക്യാൻസർ, ഇവിടെ പരോട്ടിഡ് ഗ്ലാൻഡിലെ ക്യാൻസർ, അത് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എൻ്റെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടൊക്കെയാണ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മധ്യേ ഇന്ന് ആയിരിക്കുന്നത് ദൈവത്തെ ഉയർത്തുവാൻ ദൈവം അങ്ങനെ അവസരം ഒരുക്കി തന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ മുഖത്ത് തന്നെ കാണുകയില്ലായിരുന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായി എന്നെ സൗഖ്യമാക്കി. എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച അനേക ദൈവമക്കളുണ്ട്. എന്നെ കേൾക്കുന്നവർ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ചർച്ചുകാർക്ക് നന്ദി പറയുന്നു. അതുപോലെ ലണ്ടനിലുള്ള ഷൈനി സിസ്റ്ററിന് എന്നെ വിവരമറിഞ്ഞ ഷൈനി തോമസ് എന്ന് പറയുന്ന സിസ്റ്റർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയർ ലൈനും അവർ ഞാൻ OR പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവർ ഒരു പ്രയർ ലൈനിൽ അവരെല്ലാവരും കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ 24 ലൈൻ പ്രയർ സ്ഥാപിച്ചതായ സൂസൻ സിസ്റ്ററെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. കത്രദാസിയും വളരെ ക്ഷീണത്തിലായിരിക്കുമ്പോഴും എനിക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. കത്രദാസി ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ ഈ യേശുവിനെ കർത്താവിൻ്റെ രക്ഷകനുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അവൻ സ്വർഗീയ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കും. നമ്മളെ ഏത് പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോയാലും അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ആ സ്വർഗീയ സമാധാനം അനുഭവിപ്പാൻ നമുക്ക് ഇടയായിത്തീരും. അവൻ നമ്മുടെ ഉള്ളത്തിൽ വന്നാൽ നമുക്ക് സമാധാനം, സന്തോഷം, രോഗസൗഖ്യം ഇതൊക്കെ നമ്മുടെ ദൈവമക്കളുടെ അവകാശമാണ്. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവനെ സ്വീകരിക്കുക. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം തന്നെ ചെയ്യും. അതിനായി ദൈവം സഹായിക്കട്ടെ. രോമാ TV കടന്നു വന്ന് ഇത്രത്തോളം എന്നെ ക്ഷമയോടെ കേട്ട എല്ലാ അരോമ പ്രേക്ഷകർക്കും കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. മലബാറിലെ നോഹ ഉപദേശിയുടെ സ്തോത്ര അമ്മച്ചിയുടെയും 9ാമത്തെ മകളായി ജനിച്ചു.
ആരംഭിച്ചതായ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ ഒരു ജീവിതം എന്ന് പറയാൻ പറ്റത്തില്ല. അസാധാരണമായ ഒരു ജീവിതം. ഇന്ന് ജീവിക്കുന്ന അത്ഭുതകരമായ ഒരു ദൈവത്തിൻ്റെ ഒരു ഒരു പാഠശാല, അല്ലെങ്കിൽ മനുഷ്യന് ദൈവം വ്യക്തമായി പഠിപ്പിക്കുവാൻ വേണ്ടി അനേകരെ വെളിച്ചത്തിങ്കിലേക്ക്, അല്ലെ സത്യത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ദൈവത്തിന് മനുഷ്യന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു പാഠശാല എന്ന പോലെയാണ് പ്രിയ ഷേർലി ആന്റിയുടെ ആ ഒരു ജീവിതം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇത്രത്തോളം സമയം ഞാനത് ശ്രദ്ധിക്കുകയായിരുന്നു. ചെറുപ്പത്തില് കടന്നുപോയതായ ആ ജീവിത സാഹചര്യങ്ങള്, ആ വാത്സല്യ മാതാവും പിതാവും വളരെ ആത്മാർത്ഥമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനിടയായി തീർന്ന ആ പിതാവ്, നോഹയോട് ദൈവം സംസാരിച്ചു, നോഹ അനുസരിച്ചു, ദേശമെങ്ങും ആ ദിവ്യ സന്ദേശം ദൈവം ഏൽപ്പിച്ച ആ ദൂത് പ്രസ്താവിച്ചു. ആരും അനുസരിച്ചില്ല. എന്നാൽ നോഹയും നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു. നോഹയും നോഹയുടെ കുടുംബവും പെട്ടകത്തിൽ 8 പേർ. ഈ വാത്സല്യ കുടുംബത്തിലെ ആമേനെ മക്കൾ എല്ലാവരും കുടുംബമായി വിശ്വാസത്തിലേക്ക് വരുവാൻ, രക്ഷയിലേക്ക് വരുവാൻ, ആ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ. ആ പെട്ടകത്തിനകത്ത് ഞാൻ ഓർക്കുകയായിരുന്നു, പെട്ടകത്തിനകത്ത് പുലിയുണ്ട്, കടുവയുണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്, എല്ലാവിധ ജീവികളും ഉണ്ട്. എല്ലാവിധ ജീവികളുടെയും ഇടയിൽ നോഹയും കുടുംബവും സുരക്ഷിതമായി യാത്ര ചെയ്യുന്നു, ദൈവീയ കരുതൽ അനുഭവിക്കുന്നു. ആ ദൈവീയ പ്രൊട്ടക്ഷന്റെ അകത്ത് ആമേൻ അവർ യാത്ര ചെയ്യുക. സുദീർഘമായ യാത്ര, പുറത്ത് അതിഭയങ്കരമായ മഴ, മുകളിൽ നിന്നും താഴെ നിന്നും വെള്ളം പൊങ്ങുന്നു, ഒരുപോലെ ശക്തമായ പ്രകൃതി ദുരന്തം നടക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണയിൽ ഒരു കുടുംബം സുരക്ഷിതമായിരിക്കുന്നു. ഞാന് ആ കുടുംബം, ആ നോഹ ഉപദേശിയുടെ, അല്ലെ ആ നോഹ അപ്പച്ചന്റെ മകൾ എന്ന നിലയിൽ, അല്ലെ ആ സ്തോത്ര അമ്മച്ചിയുടെ ആ മകൾ എന്ന നിലയിൽ ശരിക്കും അവര് കൊടുത്തതായ, അവര് വിശ്വസിച്ചതായ ആ വിശ്വാസം ആ തലമുറകളിലൂടെ അത് കൈമാറ്റം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം ഒരുപാട് പേരെ സ്വാധീനിക്കുവാൻ, സ്പർശിക്കുവാൻ, കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ, ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, അനേകരുടെ ഗുരുതരമായ മരണകരമായ രോഗത്തിൽ നിന്ന് അവർക്ക് ചില തീരുമാനങ്ങൾ എടുത്ത് ദൈവീയ വിടുതൽ അനുഭവിക്കാൻ ഇടയായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ പരോട്ടിക്കൽ ഗ്ലാൻഡിന്റെ കാൻസർ, ബ്രെയിൻ ട്യൂമർ, അതുപോലെ വലതുവശം പാരലൈസ് ആയി പോവുക, വയറിനകത്തുണ്ടാകുന്ന പ്രയാസം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നപ്പോഴും അതിൻ്റെയൊക്കെ നടുവിൽ വിശ്വാസം കൈമുതലായി പിടിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ ദൈവീയ പദ്ധതികളുടെ പ്ലാനായി തീരുവാൻ തക്കവണ്ണം ആ പ്ലാനിൽ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് നിന്നുകൊടുത്ത് കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല സന്ദർഭങ്ങളിലും ഡോക്ടർമാര് പല റിപ്പോർട്ടുകളാണ് അവര് പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുവാൻ്റെ കൂടെയായി തീർന്നു. ആ നെക്കിനകത്ത് ക്യാൻസർ നിൽക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പല ടെസ്റ്റുകളും പല പരിശോധനകളും സ്കാനിങ്ങുകളും ഒക്കെ ചെയ്തിട്ട് അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ ദൈവം അത് വ്യക്തമായി വെളിപ്പെടുത്തി അതനുസരിച്ച് അതിന് വേണ്ടതായ ഫർദർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് വിധേയപ്പെട്ടപ്പോൾ അത് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച് ഡോക്ടർമാർക്ക്, വൈദ്യശാസ്ത്രത്തിന് പോലും ഒരു അത്ഭുതകരമായി തീർന്ന ഒരു അനുഭവം. തീർന്നില്ല, നിരവധിയായ വിഷയങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നിർത്തിയ ആ അത്ഭുത വനിത എന്ന് വേണം ആമേൻ ഈ തരുണത്തില് പറയുവാൻ തക്കവണ്ണം. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സാക്ഷ്യം ഒരു ജീവിക്കുന്ന സാക്ഷ്യമായി ആയിരക്കണക്കിന് ആളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ, സ്വാധീനിക്കുവാൻ മുഖാന്തരമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അരോമ TV മാന്യ ശ്രോതാവേ, പ്രേക്ഷകരെ,
ആമേൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം എത്രത്തോളം എങ്ങനെ സ്പർശിച്ചു, സ്വാധീനിച്ചു, നിങ്ങളെ ആ, ധൈര്യമാക്കി തീർത്തു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുക, വിശ്വസിക്കുക. ആമേൻ. ആമേൻ, അത്ഭുതം ചെയ്ത ദൈവം നമ്മുടെയും നിങ്ങളുടെയും വിഷയങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. സ്തോത്രം. എത്ര ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഏത് സങ്കീർണ സാഹചര്യമായിരുന്നു കൊള്ളട്ടെ, അതിന്റെ നടുവിലും നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ആകയാൽ ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം, ആ ദൈവത്തിൽ ആശ്രയിക്കാം. ആ ദൈവം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സാമ്പത്തിക വിഷയത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുള്ള വിഷയത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആകയാൽ ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, പ്രത്യാശിക്കാം, പ്രതീക്ഷ വയ്ക്കാം. ആമേൻ. വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം കൂടി എടുത്ത് ആമേൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങളുടെ ഇടത്ത് ആമേൻ, നിങ്ങൾക്ക് ആമേൻ മറ്റാരെയും കാണുവാൻ കഴിയുന്നില്ല, ആരും നിങ്ങളെ സഹായിപ്പാനില്ലായിരിക്കാം. എന്നാൽ ആമേൻ, ഒരു ദൈവത്തിന്റെ ദൂതൻ നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നത് നിങ്ങൾ വിശ്വാസ കണ്ണാൽ കാണും. ആമേൻ. ആ സാന്നിധ്യം നിങ്ങളൊന്ന് അനുഭവിച്ചറിയൂ. വാത്സല്യ മാതാവേ, പിതാവേ, യുവാവേ, യുവതിയെ, സഹോദര, സഹോദരിയെ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എത്ര സങ്കീർണമായിരുന്നാലും അതിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏത് മതസ്ഥരായിരുന്നാലും ആമേൻ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞാലും ആമേൻ, സ്തോത്രം, ആമേൻ, നിങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം, അത് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് അത് മാത്രമാണ് പറയുവാൻ കഴിയുന്നത്. ആകയാൽ നിങ്ങൾ യേശുവിനെ ആമേൻ നിങ്ങൾ വിശ്വസിക്കൂ, ജീവിതത്തിലേക്ക് സ്വീകരിക്കൂ. ആ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അവസരം കൊടുക്കൂ. നിങ്ങളുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, നിങ്ങൾക്ക് ഭാരമായിരിക്കുന്ന വിഷയങ്ങളുടെയൊക്കെ നടുവിൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കൂ. ആകയാൽ നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും ഏറ്റു പറഞ്ഞാട്ടെ. ആമേൻ. നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, പാപങ്ങളെ കുറിച്ച് ഒരു നിമിഷം നിങ്ങൾ അനുദപിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ പാപം എത്ര കടുചുവപ്പായിരുന്നാലും ആമേൻ പോലെ വെള്ളയായി തീരും. രക്താംബരം പോലെ കടുചുവപ്പായിരുന്നാലും അത് പഞ്ഞു പോലെ വെള്ളയായി തീരുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം നിങ്ങൾക്ക് പരിപൂർണ പാപക്ഷമ ലഭിക്കുവാൻ യേശുവിൽ മാത്രമാണ്. ആമേൻ നിങ്ങൾക്ക് ആകയാൽ ആ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് വരാൻ നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ഷേർലി ആന്റി ആമേൻ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയനും അരോമ ടിവിയിൽ കടന്നു വന്ന കർത്താവേ, ദൈവത്തെ ഉയർത്തുവാൻ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ മണ്ണിപ്പാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരുടെ വിഷയങ്ങളുടെ മേൽ സ്വർഗമേ അവിടുന്ന് ഇറങ്ങിച്ചെന്ന് അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. ബ്രെയിൻ ട്യൂമറിനാൽ ഭാരപ്പെടുന്നവര്, സ്ട്രോക്കിനാൽ ഭാരപ്പെടുന്നവര്, ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവര് കർത്താവേ. അങ്ങനെ എല്ലാ രോഗങ്ങളെ, എല്ലാ സകല രോഗങ്ങളെ എന്റെ കർത്താവ് സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്ന അരുളിച്ചേവനായ ദൈവമേ, നിന്റെ അടിപ്പണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. റവ ഷിബാല ഹൗഡ ഹംദൽ കരുതേ രികദാ രാവല ബുംശേ. ദൈവമേ, സ്തോത്രം. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇറങ്ങിച്ചെന്ന് അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭദ്രദാസൻ ജാനിയൽ ജോണിനെ ഓർത്ത് പ്രവർത്തിക്കുന്നു, എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി സ്തോത്രം. പ്രത്യേക അരോമ ടിവിയെ
ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവെ. നിന്റെ മകൻ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ശത്രു ഒരു വിധത്തിലും കാണുവാൻ ഇടയാകരുത്. രക്തക്കോട്ടയിൽ നിന്റെ മകനെയും കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ശുശ്രൂഷ അരോമ ടിവിയിലെ എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, നിനക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഇടയാകണമേ കർത്താവെ. ടിവിയിൽ കടന്നു വന്ന് കർത്താവെ സാക്ഷ്യം പ്രസ്താവിച്ച എല്ലാ സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം കർത്താവെ. നിന്റെ നാമം ഉയരണം കർത്താവെ. ഹല്ലേലൂയ. ഞാനോ കുറയണം, എന്റെ കർത്താവ് ഞങ്ങൾ വളരണം, അത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവെ. സ്തോത്രം 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 കർത്താവെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. മറുപടി തന്നിരിക്കാൽ സ്തോത്രം കർത്താവെ. ഞങ്ങൾ വിശ്വസിച്ച കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ സൗഖ്യം ഏറ്റെടുക്കുകയാണ് കർത്താവെ. ദൈവമേ സ്തോത്രം. അരോമ ടിവിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലവടികൾക്കാ ജീവനെ തന്ന രക്ഷകന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടുത്തരമരളയണം സ്വർഗീയ പിതാവേ. ആമേൻ. താങ്ക് യു പ്രിയ ഷെർലി ആൻറ്റി, ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന്. ആമേൻ. ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ആമേനെ ജോയിൻ ചെയ്തതിന് കർത്താവ് ദാസിയുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, കാണട്ടെ. ദൈവനാമത്തിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വീഡിയോയുമായി വീണ്ടും കാണുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aromamatrimony2020@gmail.com